തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-12 തിരുവെടുത്തുകൾ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചഭോഗങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. കർത്താവിന് മഹത്വം. ഇവിടെ വാക്യങ്ങൾ കാണിക്കുന്നത് വളരെ നല്ലതാണ്, പക്ഷേ അത് കുഴപ്പടിയുണ്ട്. വേദപുസ്തകം തുറക്കത്തില്ല ഒരെണ്ണം, എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല, ഇപ്പം വചനത്തിൽ അങ്ങനെ വലിയ തിട്ടമില്ലാത്തതിൻ്റെ ഒരു കാര്യം മൊബൈലില്ല വാക്യം തപ്പുന്നത്. അതുകൊണ്ട് വേദപുസ്തകമായിട്ട് വലിയ ബന്ധമില്ല. എൻ്റെ അഭിപ്രായമാണ്, ഇഷ്ടമുണ്ടെ അംഗീകരിച്ചാൽ മതി. വേദപുസ്തകം എടുത്ത് വായിച്ച് നോക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ദൈവത്തിൻ്റെ മഹത്വം. എല്ലാവരും ഒന്നും എല്ലാവരും എല്ലാം അംഗീകരിക്കുന്നില്ലല്ലോ. കർത്താവിന് മഹത്വം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം യോഗത്തിന് ഇനി 2 കൈയും വീശി വന്നാൽ മതി. പണ്ടൊക്കെ പോകുമ്പോൾ പാട്ടുപുസ്തകവും വേദപുസ്തകം എടുത്തോണ്ട്, ഇപ്പം പിന്നെ ഇതെല്ലാം ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കിയിരുന്ന മേളിയാൻ തലയെടുത്ത പോലെ ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി. അപ്പം യുവജനം തുറന്ന് വേദപുസ്തകം തുറന്ന് വായിക്കുന്നതാണ് കുറച്ചുകൂടെ ഉചിതമെന്നാണ് എൻ്റെ അഭിപ്രായം. ദൈവത്തിൻ്റെ മഹത്വം. എല്ലായിടത്തും 2 പക്ഷം ഉണ്ടല്ലോ, ഇഞ്ച് പക്ഷവും കൊഞ്ചു പക്ഷവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളുടെ ചിന്തയ്ക്ക് അങ്ങ് വിടുക. തീത്തോസിൻ്റെ ലേഖനം നമ്മൾ ചില കാര്യങ്ങൾ ഇന്നലെ ചിന്തിച്ചു. തീത്തോസ് പൗലോസിൻ്റെ കൂട്ടാളിയും കൂട്ടുവേലക്കാരനുമായിരുന്നെന്നാണ് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നത്. തന്നെയല്ല, ഈ തീത്തോസ് പൗലോസ് ലേഖനം എഴുതി അങ്ങോട്ട് കൊടുക്കുമ്പോൾ ക്രേത്തയിലായിരുന്നു. തന്നെയല്ല, യെരുശലേം സഭയുടെ സഹായത്തിന് ധർമ്മശേഖരം നടത്താൻ ആരംഭിച്ചപ്പോൾ അതിന് ആദ്യം ഒരുമ്പെട്ടത് തീത്തോസാണ്. അത് നല്ല പ്രവൃത്തിയാണ്. തന്നെയല്ല, അദ്ദേഹത്തെ പറ്റി കൊരിന്ത്യ ലേഖനത്തിൽ വാക്യങ്ങളെല്ലാം എടുപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നത് അത്യുത്സാഹിയായിരുന്നെന്നാണ്. ഉത്സാഹിയല്ല, അത്യുത്സാഹി. നമ്മുടെ ഇരിപ്പ് കണ്ടിട്ട് വലിയ ഉത്സാഹമൊന്നും ചിലർക്കില്ല. അതിൽ ഉത്സാഹം ഉണ്ടായിട്ട് വേണ്ടേ അത്യുത്സാഹം. അപ്പോൾ തീത്തോസ് അത്യുത്സാഹിയായിരുന്നെന്നാണ് തിരുവെടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. തന്നെയല്ല, കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് തീത്തോസിനെ കാണാനിട്ട് പൗലോസിന് ദുഃഖമുണ്ടായി. ശുശ്രൂഷകൻ്റെ വിശ്വാസത്തിൽ ജനിപ്പിച്ചയാളാണ്. അപ്പോൾ ജനകൻ്റെ മനോഗുണമാണ്. നമ്മളൊരാളെ കണ്ടില്ല, അവൻ പോട്ടെ, വേറെ ആളിനെ നമുക്ക്, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ സഭാചാരം എടുത്താൽ നേരത്തെ ഉള്ളവരെയെല്ലാം അങ്ങ് മുടക്കുക. സെക്രട്ടറിയും 2 പേരുടെ കുശാത് വെച്ച് നമുക്ക് അവനെ ഉടനെ മുടക്കി. പിറ്റേന്ന് ഈ സെക്രട്ടറിക്കും ട്രഷററിനും കമ്മിറ്റിക്കാർക്കും ഇഷ്ടമില്ലാത്തവനെ എല്ലാം മുടക്കുന്ന ആളാണോ പാസ്റ്റർ? ആണോ? അല്ല. നിങ്ങൾ സ്തോത്രമൊന്നും പറയേണ്ട. നമുക്ക് ഇന്ന് രാത്രി ശാന്തമായിട്ട് കേട്ട് സമാധാനത്തോടങ്ങ് പിരിഞ്ഞു പോകാം. അപ്പോൾ തീത്തോസിനെ കാണാനിട്ട് ദുഃഖമുണ്ടായി. എന്നാൽ ആ 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 6-7 അധ്യായം പഠിക്കുമ്പോൾ തീത്തോസിൻ്റെ വരവിനാൽ ആശ്വാസമുണ്ടായി, തണുത്തു. ഞാൻ ഇന്നലെ ഓർപ്പിച്ചല്ലോ, ഒരു വ്യക്തിയെ നേടാൻ വളരെ ബുദ്ധിമുട്ടാണ്, നഷ്ടപ്പെടുത്താൻ എളുപ്പമാണ്. അങ്ങനെ നമ്മൾ നേടിയ ഒരു വ്യക്തി വരാതിരിക്കുമ്പോൾ, കാണാതിരിക്കുമ്പോൾ ദുഃഖമാണ്. അത് ആത്മാക്കളെ നേടുന്നവർക്ക് അറിയുള്ളൂ അതിൻ്റെ ദണ്ണം. സ്തോത്രം ആട്ടെ. അപ്പോൾ ഈ തീത്തോസ് അത്യുത്സാഹിയും പൗലോസിന്റെ കൂട്ടാളിയും കൂട്ടുവേലക്കാരനുമാണ്. അപ്പൊ തീത്തോസിനെ ക്രേത്തയിൽ വിട്ടേച്ച് പോകുന്നു പൗലോസ്. യെരുശലേമിലെ അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ ആ കൗൺസിൽ കൂടുമ്പം തീത്തോസിനെ കൂട്ടിക്കൊണ്ടാ പൗലോസ് അങ്ങോട്ട് പോകുന്നത്. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം എന്തായാലും കൊള്ളാം, പൗലോസിൻ്റെ കൂട്ടാളിയും കൂട്ടുവേലക്കാരനുമായിരുന്നു. ക്രേത്തയിലെ തീത്തോസിനെ വിട്ടേച്ച് പൗലോസ് പോയി. പിന്നെ ലേഖനം എഴുതി കൊടുത്തു. എന്തിനാ ക്രേത്തയിൽ വിട്ടത് എന്ന് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ശേഷിച്ച കാര്യത്തെ ക്രമീകരിക്കണം. അപ്പം സഭയാണെങ്കിലും വീടാണെങ്കിലും ക്രമീകരണം വേണം. വാരി വലിച്ച് ഉഴപ്പി തല്ലുന്നതല്ല സഭ. സഭയ്ക്ക് ഓർഡർ വേണം, വീട്ടിൽ ഓർഡർ വേണം. നിങ്ങൾ ചില വീട്ടിൽ ചെന്ന എന്തോ ഓർഡറാണ്, എല്ലാം ഓർഡറല്ലേ.
ചിലടത്ത് ചെന്നാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. എല്ലാം വലിച്ചു വാരിയ. സഭയ്ക്കകത്ത് എല്ലാം ക്രമീകരണത്തിലായിരിക്കണം. ഞാൻ ഇന്നും ഒരാൾ പേരൊന്നും പറഞ്ഞിട്ട് ഒരാളോട് പറഞ്ഞു, സഭായകം പ്രാർത്ഥിച്ച് ആരംഭിച്ചാൽ ആശീർവാദം പറയുന്നത് വരെ ആ സാന്നിധ്യത്തിലിരിക്കണം. അത് വേണം. ഇത് പ്രാർത്ഥിച്ച് സഭായം ഒരുത്ത മൊബൈലിൽ കളിക്കുന്നു, ഒരുത്ത മൊബൈലിൽ ഞോണ്ടുന്നു, ഒരുത്ത മൊബൈലുമായിട്ട് ഇതിനകത്തിരുന്ന് ഫോൺ ചെയ്യുന്നു. യോഗം നടക്കുകയാണ്. നിനക്കെല്ലാം വട്ട. നിങ്ങൾ ഇണങ്ങിയാലും നാളെ നമുക്ക് യോഗമില്ലല്ലോ. പ്രാർത്ഥിച്ച് ഞാൻ ചോദിക്കട്ടെ, എടാ 2-3 മണിക്കൂറായി കൂട്ടായ്മ കൂടുന്നത്, ആ സമയം മൊബൈൽ ചെയ്യാതിരിക്കാൻ മേലെ? പോയിട്ട് 21 മണിക്കൂറുണ്ടല്ലോ ഇല്ലേ? 21 മണി. ദൈവം ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. പ്രാർത്ഥിച്ച് യോഗം ആരംഭിച്ചാൽ 2-3 പേർ കൂടി വരുന്ന നടുവിൽ കർത്താവ് വരുമെന്ന കർത്താവുണ്ട്. ഉണ്ട്. സ്വർഗത്തിലെ ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നതൊക്കെ ആ പറയുകയും പഠിപ്പിക്കുകയും അത് വിറപ്പിച്ച് പറയുമ്പോൾ ചിലർ ഞെട്ടുന്നതും കാണാം. ഓ ദൂതന്മാർ, അത് നമ്മുടെ ശൈലിയാ. ഇത് പറഞ്ഞ് ഞാൻ ഇവിടെ ഇരുന്ന് മൊബൈലിൽ കളിച്ചാലോ? എല്ലാത്തിനും ക്രമം വേണം. ഞാൻ രാവിലെ ഒരാളോട് പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ഉണ്ട് അവരോട് വീട്ടിൽ പൊക്കോളാൻ പറയണം, അവിടെ വന്ന് കുത്തിയിരിക്കരുത്, വെറുതെ മെനക്കെട്ട്. അവരിരിക്കേണ്ട സ്ഥലം അതല്ല, അവർക്ക് വേറെ സ്ഥലമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സഭായകം തുടങ്ങി ആ മൊബൈൽ എടുക്കുകയല്ല. ഇന്ത്യൻ പ്രസിഡന്റ് വിളിച്ചാൽ എടുക്കുകയല്ല. വിളിച്ചാൽ പറയും യോഗം കഴിഞ്ഞാൽ ചെന്നെ വിളിക്കാൻ പറയും. പടലി പോയാലും പോട്ടെ. സ്തോത്രം. ഇതിനൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കണം. ചില കാര്യങ്ങൾ കാണുമ്പോൾ വളരെ മനോദുഃഖമാണ്. പിന്നെ പാസ്റ്റർമാർക്ക് എല്ലാവർക്കും തീർത്ത് പറയാനൊക്കത്തില്ല. അടുത്ത സഭയിലോട്ട് അവർ പോകും. അവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അവ ആത്മാക്കളെ തരണയെന്ന്. അപ്പോൾ ഉള്ളതാട്ടെ, എന്തേലും ആയിക്കോട്ടെ. എല്ലാത്തിനും ക്രമീകരണം വേണം, ക്രമമുണ്ട്. ശേഷിച്ച കാര്യങ്ങളെ നീ ക്രമത്തിലാക്കണം. 1-ാം അധ്യായം തന്നെ സഭയുടെ കാര്യങ്ങൾ അതെങ്ങനെ ആയിരിക്കണം ഓർഡർ, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എൻ്റെ വിഷയമല്ലെങ്കിലും മുഖവരിയായി പറയാനേ. 1-ാം അധ്യായത്തിൽ പറഞ്ഞ ഈ സഭ ഓർഡറായിട്ട് പോകണമെങ്കിൽ 1 ദൈവവചനം നന്നായിട്ട് പറയണം. 1-ാം വാക്യം വായിച്ചേ, 1:1. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ പരമേൽപ്പിച്ച പ്രസംഗത്താൽ. പ്രസംഗം എന്നെ പരമേൽപ്പിച്ച പ്രസംഗത്താൽ. അതെങ്ങനെയാ പ്രസംഗം? അടുത്തത് തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ പോസ്റ്റില്ലാത്ത ദൈവം. അപ്പോൾ പ്രസംഗിക്കണം. എന്തോ പ്രസംഗിക്കണം? വചനം പ്രസംഗിക്കണം. അങ്ങനാണല്ലോ തിമോത്തിയോസിനോട് പറഞ്ഞ, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും വചനം പ്രസംഗിക്കണം. അപ്പൊ ഇത് ഓർഡറായി പോകണമെങ്കിൽ വചനം പ്രസംഗിക്കണം. മാത്രമല്ല അധ്യക്ഷനെ ആക്കണം. ഒരു അധ്യക്ഷൻ വേണ്ടേ? വേണം. വരുന്നവനെല്ലാം കയറി കളിച്ചാലോ? വാളെടുക്കുന്നവനെല്ലാം ഈ ചുമ്മാ ഇരിക്കുമ്പോൾ അങ്ങ് പാസ്റ്റർ ആകുന്ന ആൾക്കാരുണ്ട്. ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു കുഴപ്പമില്ല, നേരം വെളുത്തപ്പോൾ കോട്ടിട്ടോടുന്നുണ്ട്. റവറന്റ് എങ്ങനായി? രാത്രി വെട്ടം കണ്ടെന്ന്. എടാ വിഡി കാറ് ലൈറ്റ് ഇട്ട് പോയതാ അത്. അല്ല, വെട്ടം കണ്ടാന്നോ? നന്നായിട്ട് മിന്നിയെന്ന്. നല്ല ബൾബായിരിക്കും. ചുമ്മാ ഇരിക്കുമ്പോൾ അങ്ങനെ ഇളക്കം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ വിസ്തരിക്കുന്നില്ല, ഇവരൊക്കെ ഇരിക്കുന്നത് കൊണ്ട്. തിമോത്തിയോസിൻ്റെ 1-2 ലേഖനവും തീത്തോസിൻ്റെ ലേഖനവും നിങ്ങൾ ശാന്തമായിട്ട് പഠിച്ചാൽ അധ്യക്ഷൻ്റെ നടത്തിപ്പുകാരന് 33 യോഗ്യത അവിടെ പറഞ്ഞിട്ടുണ്ട്. കുഴഞ്ഞു. എൻ്റെ അറിവ് പറഞ്ഞു. എത്രയാ ഉള്ളച്ചാ? നിങ്ങൾ തപ്പിയാൽ ചിലപ്പോൾ 40 കാണാൻ ഇരിപ്പ് കണ്ടിട്ട് 33 അല്ല, കുറയാൻ സാധ്യതയില്ല. അപ്പോൾ അധ്യക്ഷന്മാരെ ആക്കണം. നിങ്ങൾ പഴയ നിയമം പഠിച്ചേ. പഴയ നിയമത്തിൽ പ്രമാണമുണ്ട്, പട്ടണം തോറും അങ്ങനല്ലേ? പട്ടണം തോറും ഗോത്രം. ആവർത്തന പുസ്തകം 16:18 ഒന്ന് വായിച്ചേ. ആവർത്തനം 16:18. അത് തന്നെ. നിന്റെ ദൈവമായ യഹോവ
നിനക്ക് തരുന്ന എല്ലാ പട്ടണങ്ങളിലും ഗോത്രം തോറും ഒന്നുകൂടെ വായിച്ചേ. ആ, നിയമിക്കണം. പിന്നെ അവരെങ്ങനെ ആയിരിക്കണം? അടുത്തത്, നീതിയോടെ ന്യായപാലനം. കാശുള്ളവനെയും പൊസിഷനുള്ളവനെയും കസാരയുള്ളവനെ കാണുമ്പോ കവാത്ത് മറക്കരുതെന്ന്. ഒന്നുകൂടെ വായിക്ക്, കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ, വായിക്ക്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന എല്ലാ പട്ടണങ്ങളിലും ഗോത്രം തോറും നിയമിക്കണം. പിന്നെ അവര് ജനത്തിന് നീതിയോടെ ന്യായപാലനം ചെയ്യണം. ഇത് അല്പ പിടിപ്പുള്ളവൻ എന്തേലും കുഴപ്പടി കാണിച്ച ബേച്ചാന്റെ ചെറിയ ബലഹീനതയുള്ളതാണ്. ഞാൻ ബേച്ചാന്റെ പേരങ്ങ് പറഞ്ഞതേ ഉള്ളു കേട്ടോ. വൈകിട്ട് അവിടെ ആണോ ഭക്ഷണം? അല്ല, ഉച്ചയ്ക്ക് അവിടെ ആയിരുന്നു. ഉച്ചയ്ക്ക് രാവിലെ അവിടെ ആയിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അല്ല, മിടുക്കുള്ളവൻ, സാമർഥ്യമുള്ളവൻ, കാശുള്ളവൻ, പൊസിഷൻ ഉള്ളവൻ ചെയ്താൽ അത് ബലഹീനത. അത്രയും കഴിവും പ്രാപ്തിയില്ലാത്തവൻ ചെയ്താൽ ഉടനെ പറയും നമുക്ക് അടിയന്തര കമ്മിറ്റി കൂടി അവന്റെ മേൽ നടപടി എടുക്കാൻ. അതോട് ഇന്ന് വലിയ അന്തരീക്ഷം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. വേണ്ട. അടുത്ത വാക്യം സമയം പോകുന്നു. ന്യായം മറിച്ച് കളയരുത്. മുഖം നോക്കരുത്, കണ്ണടച്ച് നിൽക്കണമെന്നല്ല. ഇടാ, സഭയ്ക്കകത്ത് കാശുള്ളവൻ കാണും, കാശില്ലാത്തവൻ കാണും, കളറുള്ളവൻ കാണും, കളറില്ലാത്തവൻ കാണും, കഴിവുള്ളവൻ കാണും, കഴിവില്ലാത്തവൻ കാണും, സ്വന്തം നിറവുള്ളവൻ കാണും, നിലവാരം കുറഞ്ഞവൻ കാണും, പണ്ഡിതനും പാപനും ഒക്കെ കാണും. മുഖം നോക്കരുത്. ഞങ്ങളുടെ അവിടെ എല്ലാവരും യോജിക്കല്ലേ, ഞങ്ങളുടെ അവിടെ പറഞ്ഞുകൊണ്ട് അവിടെ കസാര കിട്ടില്ല. കോവിഡിന്റെ സമയത്താണ് തുടങ്ങിയത് കസാര. നേരത്തെ വരുന്ന കസാര. ഇവിടെ ആർക്കും ഫിക്സഡ് സീറ്റൊന്നുമില്ല. പാപ്പച്ചാൻ്റെ സീറ്റ്, അത് തങ്കച്ചാൻ്റെ, അത് ബേബിച്ചാൻ്റെ, ആകെ വീട്ടിലൊരു കസാര ഇട്ട് നേരെ കറങ്ങിക്കണം. സ്തോത്രം. സ്ഥലവും സഭയും പറയുന്നില്ല. ഒരു സഭയിൽ ഒരുത്തം വന്ന് ഒരാളും വന്ന് മുന്നിയിരുന്നു. വേറൊരു പുള്ളി വന്ന ചവനെ ഇറക്കി വിട്ട് എൻ്റെ കസാരയാണ്. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, പാടില്ല. സ്തോത്രം. ചില നടത്തിപ്പുകാരും ചുമതലക്കാരും ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. നാളെ ഇങ്ങോട്ട് വന്ന് നേരെ അതിലെ കസേര കയറിയിരുന്നാലോ, അതോട് ഞാൻ എവിടെ പോയിരിക്കും? കാവാലം ഭാഷ അങ്ങനെ പ്രസംഗിച്ച് ഇവിടെ ആർക്കും പ്രത്യേക അത് നടത്തിപ്പുകാരനല്ലേ. പണ്ട് പേരൊന്നും പറയുന്ന ഒരു സഭയിലെ സെൻട്രൽ പാസ്റ്റർ വന്നിരിക്കുക, അവിടെ കമ്മിറ്റി തിരഞ്ഞെടുക്കുക. അവരും ചിലപ്പോൾ ഓൺലൈനിൽ കാണും. അപ്പം KC ചെറിയാച്ചാന, നമ്മുടെ കോട്ടയം സെൻട്രൽ പാസ്റ്റർ, താഴത്തങ്ങാടി കുഞ്ചായൻ കടന്നുപോയി. കുഞ്ചായന അധ്യക്ഷൻ. അപ്പം ഞാൻ ഒന്ന് രണ്ട് പേര് മാറ്റി പറയും. ആ പേരല്ല, ഞാനങ്ങ് മാറ്റി പറയുന്നതാണ്, വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്. അപ്പം സെക്രട്ടറി ആയിട്ട് ഒരാളുടെ പേര് നിർദ്ദേശിച്ചു. അല്ലെ ഗ്രൂപ്പിസം അല്ലേ. അപ്പോൾ പുള്ളിക്ക് എതിർ ഗ്രൂപ്പുകാരൻ എഴുന്നേറ്റ് പുള്ളിയുടെ പേര് പറഞ്ഞാൽ തങ്കച്ചനെ നല്ല പേര്, ഞാനൊരു പേരിടുക, തങ്കച്ചായൻ സെക്രട്ടറി. അപ്പം എതിർ ഗ്രൂപ്പുകളിൽ ഒരുത്തൻ പറഞ്ഞു, സെൻട്രൽ പാസ്റ്ററും കൂടെ പറഞ്ഞു, അത് സെക്രട്ടറി ആക്കുന്ന ആള് പാസ്റ്റർ ഇല്ലെങ്കിൽ സഭായോഗം കൊണ്ട് നടത്തുവാൻ കഴിവുള്ള ആളായിരിക്കണം. അപ്പം ഈ പേര് നിർദ്ദേശിക്കപ്പെട്ട ആൾ എഴുന്നേറ്റ് പറഞ്ഞു, പുള്ളിയെ വിളിച്ചു പറഞ്ഞു, ബേബിയെ സഭായം നടത്താൻ മാത്രമല്ല കഴിവ്, ഇപ്പം കുഞ്ചായം പറയുകയാണെങ്കിൽ കർത്തൃമേശയും കൂടെ നടത്തി കാണിക്കാമെന്ന്. അങ്ങനെ ആ വിഷയം അങ്ങ് പരിഹരിച്ചെന്ന് ഞാൻ പറയുക. നടത്തിപ്പുകാരുണ്ട്, പക്ഷെ ഇതിനകത്ത് മുഖം നോക്കരുത്. ഒന്നുകൂടെ വായിച്ചേ. ന്യായം മറിച്ച്, മുഖം നോക്കരുത്, ന്യായം മറിച്ച് കളയരുത്. പിന്നെ ആടടക്കുന്നു സമ്മാനമൊന്നും. അതിനെ കാരണം നിന്റെ കണ്ണ് കുരുടാക്കും. സ്തോത്രം. ചിലര് നേരത്തെ വന്ന് സമ്മാനം അങ്ങ് തരും. അപ്പൊ പിന്നെ നേരത്തെ തന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും
ചിലയിടങ്ങളിലെ മാസ്റ്റർമാർ വരുമ്പോഴേ അന്ന് രാത്രി തന്നെ ഇന്ന പുള്ളിയുടെ വീട്ടിലാ ഫുഡ് പോകാൻ നേരത്ത് കൈമടക്കും. പിന്നെ വല്ലതും വിട്ടു പറയാൻ എല്ലാവർക്കും വെക്കുകയല്ല. എന്നെ അലക്കും വലിയ കൊണ്ടാട്ടമൊന്നുമില്ലാത്ത ദൈവത്തിന് മഹത്വം. അമ്മാനന്ദിന്റെ കണ്ണുകൂരുടാക്കും. ആ വായിച്ചങ്ങ് നിർത്തിക്കോ. ഇത് കൈവശമാക്കണം ദേശം. അതിന് ഈ കാര്യങ്ങളിലൊന്നും ചെന്ന് ഇടപെടരുത്. ആട്ടെ, ഞാൻ മുമ്പോട്ടങ്ങ് പോവുക, ദൈവത്തെ സമയത്തെ ഭയപ്പെടുന്നു. അപ്പോൾ ഈ സഭയുടെ കാര്യങ്ങൾ പറയുമ്പോൾ, ഒന്ന്, ദൈവവചനം സംസാരിക്കണം. 2, അധ്യക്ഷനെ ആക്കി വെക്കണം, ഇത് ഓർഡറായി പോകണമെങ്കിൽ. പിന്നെ ചിലരുടെ വായ അടയ്ക്കണം. ചുമ്മാ അങ്ങ് ഈ നാടൻ ഭാഷയാ കേട്ടോ, എന്തുവാ ചുമ്മാ അങ്ങ് ഈ അതാ ഞാൻ പറഞ്ഞോട്ടെ, പുള്ളി പറഞ്ഞുകൊണ്ട് പറയാം, ചളുവായപ്പും. ഞാൻ പറയാനൊരുങ്ങിയതല്ല, പുള്ളി അതിനെ ഓങ്ങി തന്നത് കൊണ്ടാണ്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ പപ്പാതി എടുക്കണം. നിങ്ങൾ പകുതി എടുക്കണം, പകുതി ഞാനും. 10-ാം വാക്യത്തിൽ അവരുടെ പ്രകൃതി, 10-ാം വാക്യം വായിച്ചു, 1:10. വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്ത ഒന്നല്ല, പല കക്ഷികളുണ്ട്. ചുമ്മാ ഇങ്ങനെ അങ്ങ് വർത്താനം പറച്ചില്ല. വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരും, വഴങ്ങാത്ത കുറെ എണ്ണം. ഈ സഭയ്ക്കകത്ത് വഴങ്ങാത്ത ആൾക്കാരുണ്ട്, ഉണ്ട് ഒരു തരത്തിൽ. പത്രോസ് കൊടുത്ത പ്രയോഗം ശാന്തന്മാർക്ക് മാത്രമല്ല. അപ്പൊ ഇതിനകത്ത് ആരുണ്ട്? മൂർഖനുണ്ട്. കുട്ടുംപാട്ടുമൊക്കെ കേൾക്കുമ്പോൾ അവൻ തറ കൂടിയിരിക്കും, അനങ്ങുകയല്ല. അവനെ അവൻ്റെ പെമ്പളെയും പിള്ളേരെയും സംബന്ധിച്ച വിഷയമെന്ന് പ്രസംഗിച്ച് അവൻ അന്നേരം ചീറ്റും. ഒന്ന് പ്രസംഗിച്ചേ, വീട്ടിൽ ചെല്ലുന്നതിന് മുന്നേ കോള് വരും. പാസ്റ്റർ, അത് എൻ്റെ മോനെ പറ്റിയല്ലേ പാസ്റ്റർ? അത് എൻ്റെ മോളെ പറ്റിയാ പാസ്റ്റർ പ്രസംഗിച്ച് ഞങ്ങൾക്കതൊക്കെ. എന്നാൽ അപ്പുറത്തിരിക്കുന്ന എൻ്റെ മോനെ പറ്റി പറഞ്ഞാൽ ഇവൻ ഏലായിട്ട് തരും, ഉറി കൊടുത്തോളാൻ. എൻ്റെ അമ്മ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾ ചിലർ കേട്ട് കാണും. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ അത് കാണുന്നില്ല, അത് അവനവൻ്റെ അമ്മയ്ക്ക് വരണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മൂർഖന്മാരുണ്ട് സഭയ്ക്കകത്ത്. മൂർഖൻ മാത്രമല്ല, ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞ പല ടൈപ്പുണ്ട്. നീർക്കോലിയുണ്ട്, സഭയ്ക്കകത്ത് നീർക്കോലി ഉണ്ട്. അവനെ വിഷമൊന്നുമില്ലെങ്കിൽ ഒരു ദിവസം അത്താഴം മുടക്കും. ഒരു യോഗമൊക്കെ അവൻ മുടക്കി തരും, ഒരു സഭായമൊക്കെ മുടക്കും. നീർക്കോലിയുണ്ട്. പിന്നെ ഒരു യോഗമൊക്കെ മുടക്കും. ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥന പുള്ളി കാരണം മുടങ്ങി, ഒരു ദിവസത്തെ യോഗം മുടക്കും. നീർക്കോലി. പിന്നെ ചേരയുണ്ട്, ഞങ്ങളുടെ നാട്ടിലുണ്ട് ചേര. കടിക്കത്തില്ല, കയറി ചുറ്റും. അങ്ങനെ ഇരിക്കുമ്പോൾ കയറി ചുറ്റും. എന്നെ അറിഞ്ഞില്ലേ ഉപദേശിക്ക് അറ്റായിക്കുണ്ടാകും. എന്നെ അറിയാവുന്ന ഉപദേശി അന്നെ ശാന്തമായിട്ട് സ്തോത്രം പറഞ്ഞാൽ മതി, കയറി ചുറ്റിയ പോലെ അവൻ ഇറങ്ങി അങ്ങ് പൊക്കോളും. മിണ്ടരുത്. ചേരയുണ്ട്, ചേര. പിന്നെ വേറെ ടൈപ്പുണ്ട്, അണലി. ഈ നാട്ടിലെ, ഇവിടുത്തെ അറിയത്തില്ല, നാട്ടിൽ പല ടൈപ്പ് അണലി ഉണ്ട്. അതിൽ ഒരണലി ചേനത്തണ്ടനാ. അയ്യോന്നോ, ചേനത്തണ്ടൻ. അതിൻ്റെ ആരാ അയ്യോന്ന് വെച്ചേ? തങ്കമാമയാ. ഞാൻ കോശിച്ചാനും ഉണ്ടല്ലോ, നമുക്ക് വൈകിട്ട് അതിനെപ്പറ്റി ഞാൻ വിശദീകരണം തരാം. ഇപ്പം നേരമില്ല, അതുകൊണ്ടാണ്. ചേനത്തണ്ടൻ എന്ന് പറഞ്ഞാൽ കടിച്ച ചേകത്തില്ല. ആ സെയിം ഡേറ്റ് വരുമ്പോൾ ഇത് പൊട്ടിയളിയും, ചൊറിച്ചിലും. ഈ ഓരോ വർഷവും സഭയെ പ്രശ്നം ഉണ്ടാക്കുന്ന ചിലരെ കണ്ടിട്ടില്ലേ? അവൻ വഴക്കുണ്ടാക്കും. അന്നേരം പറയും, അയ്യോ കഴിഞ്ഞ കൊല്ലോ ഇവൻ ഇതുപോലെ. അവൻ ചേനത്തണ്ടനാ. സഭയ്ക്കകത്തുണ്ട് ചേനത്തണ്ടൻ. ഉടനെ പഴയ ആൾക്കാർ പറയും, അതിൻ്റെ തലേ കൊല്ലോ ഇവൻ ഇതുപോലെ തന്നെ. അപ്പോൾ പഴയ ആൾക്കാർ ഇവൻ വന്ന കാലം മുതൽ എല്ലാ വർഷവും. അപ്പം ചേനത്തണ്ടനുണ്ട് സഭയ്ക്കകത്ത്, ഉണ്ട്. പിന്നെ മൂർഖനുണ്ട്. ഇവൻ ഇങ്ങനെ തറ കൂടിയിരിക്കും. അവനെ സംബന്ധിച്ച വിഷയം വരുമ്പോൾ ഒരു ചീറ്റും പണമൊന്ന് വിരിക്കും. പിന്നെ വെമ്പാലയുണ്ട്, രാജവെമ്പാല. അത് വല്ല ആണ്ടവസാനത്തിനേ ഇറങ്ങുള്ളൂ, എല്ലാ യോഗത്തിനും വരികയല്ല. അതുപോലത്തെ പല ടൈപ്പ് ഉണ്ടെന്ന്. പിന്നെ ഒന്നുകൂടെ പറഞ്ഞ ആ ഭാഗം വിടാം.
നാട്ടിലൊക്കെ ഉണ്ട്, നിങ്ങളെന്നാ പേര് പറഞ്ഞ് വില്ലൂന്നി. അപ്പം നമ്മുടെ തലയ്ക്ക് മേളിൽ കൂടെ പാസ്റ്റർ സങ്കീർത്തനമായി ചെന്ന് കഴിയുമ്പോൾ പാസ്റ്ററുടെ തലയുടെ മേളിൽ കൂടി ഇവൻ 48-ാം സങ്കീർത്തനമായിട്ട് വരും വില്ലൂന്നി. പാസ്റ്റർ വിട്ടുപോയ പോയിന്റും പറയാൻ പറ്റാഞ്ഞ വില്ലൂന്നി. അപ്പം നമ്മൾ വില്ലൂന്നി വരുമ്പം മിണ്ടാതിരിക്കണം, നേരെ ചെന്നെവിടെയും മേടിച്ചോളും. അപ്പം ചുരുക്കി പറഞ്ഞാൽ വൃതവാചാലന്മാരും മനോവഞ്ചകന്മാരും വഴങ്ങാത്തവരുമായ ചിലരുണ്ട്. അവരുടെ വായെ അടയ്ക്കേണ്ടതാണ്, അവരുടെ വായ അടയ്ക്കണം. അതിനാ നിന്നെ ക്രേത്തയിലാക്കിയത്. ഒന്ന്, വചനം പ്രസംഗിക്കണം. രണ്ട്, അധ്യക്ഷന്മാരെ ആക്കി വെക്കണം. ഒരു മുഖം നോക്കരുത്, കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കണം. മൂന്ന്, വഴങ്ങാത്തവരും വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരായ അവരുടെ വായ അടയ്ക്കണം. അവിടെ കുഴപ്പടി എന്നാണെന്നറിയോ? ഇവരെ അരുതാത്തത് ഉപദേശിക്കും. അവർ ദുരുപായം വിചാരിച്ച്, ദുരുപായമല്ല ദുരാദായം, ദുരാദായം വിചാരിച്ച് അരുതാത്ത ഉപദേശിച്ചു. അപ്പൊ ഇവര് ദുരാദായം വിചാരിക്കും. ഇവർക്ക് എങ്ങനെയാലും ആദായം 10 പൈസ കിട്ടിയാൽ മതി. അതിന് ഉപദേശം തെറ്റിക്കും, പ്രമാണവും തെറ്റിക്കും, അരുതാത്തത് പറയും. അവരുടെ ലക്ഷ്യം എന്നാ? ദുരാദായം. എങ്ങനെയാലും 10 പുത്തൻ. എന്നോട് ഒരിക്കലും ഒരാൾ, പേര് ഒന്നും പറയത്തില്ല, പേര് പറഞ്ഞ അനീഷ് പുള്ളി പറഞ്ഞതാണ്, എനിക്കൊന്നും അറിയത്തില്ല. പുള്ളി പറഞ്ഞ അനീഷിന് വചനമൊക്കെ കുറച്ചറിയാം, എനിക്കറിയത്തില്ല എന്നുള്ളത് ആ സത്യം. പുള്ളി പറഞ്ഞതാ. അതുകൊണ്ട് പ്രസംഗത്തിലൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, ഇങ്ങനൊന്നും തീർത്ത് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. എന്നിട്ട് പുള്ളി നിർത്താതെ പറഞ്ഞു, ഈയിടെ ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ശുശ്രൂഷിക്കും. ഈയിടെ ഒരു സ്ഥലത്ത് ചെന്ന് ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്, എനിക്ക് വന്നൊരു 20 കൊല്ലം മുമ്പാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സ്ഥലത്ത് ചെന്ന് ശുശ്രൂഷിച്ചു. ഒരമ്മാമ എനിക്ക് 8 ലക്ഷത്തിൻ്റെ വണ്ടി തന്നെന്ന്. ഈശോ എന്നോ, നല്ല കാര്യമല്ലേ അത്, വണ്ടി തന്നത്. ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് ക്ലാസ് എടുക്കുക, ഞാനും അങ്ങനെ. എനിക്ക് ഒരു അമ്മാമ 8 ലക്ഷത്തിൻ്റെ, അതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ പറഞ്ഞേടാ, ഞാൻ ശുശ്രൂഷയിലായിട്ട് ഇത്രയും വർഷമായി ഇന്ന് വരെ ഒരു അമ്മാമ എനിക്കൊരു വണ്ടി തന്നില്ല. വണ്ടിയിലായിട്ടാണോ അമ്മാമ ഇല്ലായിട്ടാണോ? എന്തും വേണ്ട വണ്ടി, എന്തും വേണ്ട അമ്മാമ, ഇന്ന് വരെ ഒരെണ്ണം. നമ്മുടെ പ്രസംഗവും രീതിയും കാണുമ്പോൾ ഒരുമാതിരിപ്പെട്ട അമ്മാമയല്ല. നമ്മൾ ചെന്ന വണ്ടിയുടെ കാറ്റ് ഊരാനാ, അല്ലെ വണ്ടിക്ക് ടയറിന് അള്ളു വെക്കാൻ നോക്കുക. അമ്മാമിക്കൊത്തില്ലേ പറയും, അച്ചായൻ വെളിയിൽ ഇറങ്ങി അള്ളു വെച്ചേക്കാൻ പറയും. ഒരു കാര്യം കർത്തദാസൻ ഓർപ്പിച്ചല്ലോ, ഞാനത് ശ്രദ്ധിച്ചു. നീ വിശ്വസ്തയോടെ ഈ പ്രമാണത്തിന് വേണ്ടി നിന്നാൽ ദൈവം നിന്നെ പുലർത്തിക്കോളും. ഒരു വഴി അടച്ചാൽ 9 വഴി ദൈവം തുറക്കും. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന്. ഈ പ്രമാണത്തിനും ഈ വചനത്തിനും ദുരാദായം വിചാരിക്കാതെ ആമൻ ദൈവത്തെ ശരണപ്പെട്ട് തിരുവചനം അതിന്റെ ആമൻ തരുന്ന കൃപയ്ക്കനുസരിച്ച് ഇതിനകത്ത് മായവും കൂട്ടുമൊന്നും ചേർക്കാതെ നീ പറഞ്ഞാൽ ഇത് അറിയുന്ന കാണുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നിന്നെ പുലർത്തും. ദൈവം വിശ്വസ്തനാ. കാക്കകളെ നോക്കിയിട്ട് വിതയ്ക്കുന്നില്ല, കൊയ്ത് കല്ലപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. കാക്കകളെ നോക്കിടുവിൻ, ഓ കൊയ്ത് കല്ലപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. വയലിലെ താമര വളരുന്നല്ലോ നന്നായി, വാനിലെ പുലരുന്നല്ലോ. ഓ എനിക്കായി കരുതാമം, ഓ എനിക്കൊട്ടും ഭയമില്ല നീന ചീടുമ്പോൾ. എനിക്കായി ഈ ഗതിയിലില്ലേ ഒന്നും. കരമുയർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്ത്.
കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതിന്റെ ആകാരം കൊടുക്കുന്ന ദൈവം, നിന്നെ പുലർത്തുവാൻ, നിന്നെ പരിപാലിക്കാൻ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. അതുകൊണ്ട് ദുരാദായം വിചാരിച്ച് വചനം കോട്ടരുത്, ദുരാദായം വിചാരിച്ച് ഉപദേശം മറിക്കരുത്, ദുരാദായം വിചാരിച്ച് ഇതിനകത്ത് മായമൊന്നും ചേർക്കരുത്. ഞാനങ്ങനെ പറഞ്ഞാൽ ഉള്ളതുകൂടെ പോകും. 10 പൈസ തരുന്ന അച്ചായന പിണങ്ങിപ്പോയാ, നാട്ടിലൊരു പഴമൊഴിയുണ്ട്, ആ കാത് കുത്തിയവൻ പോയാൽ അതെല്ലാം അറിയാം. ഞാൻ ഓർത്തത് അറിയാത്തില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമെന്ന് ഓർത്ത് ഇരുന്നതാ. അതിന്റെ അങ്ങേയറ്റം പഠിച്ചു വെച്ചാ വന്നിരിക്കുന്നേ. സ്തോത്രം. എന്തുവാ രണ്ടുപേരോടെ പറഞ്ഞേ? എന്നാ പറഞ്ഞേ? ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ കാത് കുത്തുന്നതൊക്കെ. അത് മാത്രം അറിയാൻ മേലാത്തത്. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ദുരാദായവും വിചാരിക്കരുത്. അപ്പൊ ഈ ക്രേത്തയിൽ നിന്നെ ആക്കിയത് ഇങ്ങനെയുള്ള കാര്യത്തിന് ക്രമീകരണം വരുത്തണമെന്ന്. ഒരു ശുശ്രൂഷകൻ അതെല്ലാം ചെയ്തിരിക്കണം. സ്തോത്രം. ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കോ, പിണങ്ങോ പിണങ്ങാതിരിക്കോ, കൈ തരുകയോ കൈ തരാതിരിക്കോ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഏൽപ്പിച്ച ശുശ്രൂഷ നന്നായിട്ട് ചെയ്യണം. ദൈവത്തിന് മകത്ത്. അത് ഞാൻ വേറൊരു വിഷയം പറയാനാ ഉന്നം വെച്ച് വരുന്നത്. എങ്കിലൊരു മുഖവര വേണമല്ലോ, അതിനെ ഓടിച്ചങ്ങ് പോകാം. ഈ തീത്തോസിന്റെ ലേഖനത്തിലെ പ്രധാനമായിട്ട് 2 കാര്യം എടുത്തു പറയുന്നുണ്ട്. അതിലൊന്ന്, സുബോധത്തോടെ ജീവിക്കണം. സുബോധത്തോടെ ജീവിക്കണം. അതിന് മിക്കതിനും സുബോധമില്ല. ആർക്കൊക്കെയാ സുബോധമില്ലാത്ത? 2-1. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാം. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും. അപ്പം വൃദ്ധന്മാർക്ക് സുബോധം വേണം. ചിലതിന് 60 കഴിഞ്ഞാൽ ഒരു ബോധമില്ലല്ലോ, പിന്നല്ലേ സുബോധം. പാടാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പാടും, ആശീർവാദം പറഞ്ഞ ആശീർവാദം പ്രാർത്ഥനയായിട്ട് അങ്ങ് തീരും. എന്നാൽ ഇത് മാറി നിൽക്കണ്ടേ? വിടുകയില്ല. അറിയാൻ മേലാത്ത കാര്യം ചെയ്യരുത്, മാറി നിൽക്കാൻ. അറിയാവുന്ന പുള്ളിയെ വിളിക്കാൻ പറയണം. ഓട്ടവും കൊടുക്കുകയില്ല, പിടിയും കൊടുക്കുകയില്ല. ഒരിക്കലൊരു യോഗത്തിന് പ്രായമാണെന്നോർത്ത് കൊടുത്ത് ആശീർവാദം പറഞ്ഞ അവസാനം പ്രാർത്ഥനയായി നിൽക്കാതായി വേറൊരാൾ പിടിച്ചു വലിച്ചു. ആശീർവാദമാണോ ഇത് എത്ര വീരസ്യം പറഞ്ഞ 50 കൊല്ലമായിരുന്നു. ഇത് എന്നതാന്ന് പോലും സുബോധമില്ല. അപ്പൊ വൃദ്ധന്മാർക്ക് സുബോധം വേണം. ഞാൻ എൻ്റെ രീതിയിൽ അങ്ങ് പറയാം, അപ്പന്മാർക്ക് സുബോധം വേണം. അപ്പം അമ്മ പറയും, എൻ്റെ പാസ്റ്ററെ കുറച്ച് പുള്ളിക്ക് ഈയിടെയായിട്ട് ഇച്ചിരി സുബോധക്കുറവ് ഉണ്ട്. പുള്ളിയുടെ പെരുമാറ്റമൊക്കെ ഇച്ചിരി സുബോധക്കുറവാണ്. 4-ാം വാക്യം വായിരും. അല്ല, 3-ാം വാക്യം വായിച്ചോ. 3. വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ. അപ്പൊ അവർക്കും സുബോധം വേണം. വൃദ്ധമാരും അങ്ങനെ തന്നെ. അപ്പൊ ഈ സുബോധം വേണം. ആർക്ക്? അപ്പന്മാർക്ക് സുബോധം വേണം. അന്നേരം അമ്മ പറഞ്ഞു, പുള്ളിക്ക് അല്ലെങ്കിൽ ഈയിടെ ഇച്ചിരി സുബോധക്കുറവ് ഉണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റരുത്. വൃദ്ധമാരും അങ്ങനെ തന്നെ. അപ്പം ചുരുക്കി പറഞ്ഞ അപ്പനും സുബോധമില്ല. അന്നേരം സഹോദരിമാർ പറഞ്ഞു, പാസ്റ്റർ 2-നും ഇല്ല, നേഴ്സിംഗ് ഹോമിൽ വീഴാനാണ് ഞങ്ങൾ ഇരിക്കുന്നത്. 2-നും 4-ാം വാക്യം. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ, അവിടെ 7 കൂട്ടം കാര്യം എടുത്ത് പറഞ്ഞു. യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയരും പുത്രപ്രിയരും സുബോധമുള്ളവരും ആനുവൃത്യമുള്ളവരും വീട്ടുകാരും നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കും. അപ്പൊ അതിനകത്തും സുബോധം വേണം. യൗവനക്കാരത്തിക്ക് സുബോധം വേണം. അപ്പൊ അപ്പന് സുബോധമില്ല, അമ്മയ്ക്കും യൗവനക്കാരത്തിക്കും ഇല്ല. അപ്പൊ സഹോദരൻ പറഞ്ഞു, 3-നും ഇല്ല പാസ്റ്ററെ. ഞാൻ കിടന്ന് അനുഭവിക്കുന്ന മനോവേദന. 5-ാം വാക്യം ആയിരുന്നു. യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ യൗവനക്കാരനും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ആർക്കുണ്ട് സുബോധം? ഈ അധ്യക്ഷനും ഇല്ല. 7-ാം വാക്യം ആയിരുന്നു. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാത്ത അതിന്റെ ലജ്ജിക്കേണ്ട 1-ന്റെ 7. അധ്യക്ഷൻ ദൈവത്തിന്റെ ഗൃഹവിചാരകനാകയാൽ അനന്യനായിരിക്കണം. പിന്നെ തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹിയും അരുത്.
വായിര് അതിഥിപ്രിയനും സൽഗുണപ്രിയനും ആ സുബോധശീലനും. അപ്പൊ സുബോധശീലനായിരിക്കണം. അപ്പൊ അധ്യക്ഷനും അപ്പനില്ല, അമ്മയ്ക്കില്ല, സഹോദരിക്കില്ല, സഹോദരനില്ല, അധ്യക്ഷനും ഇല്ല. വായിപ്പിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 12:10 അപ്പോൾ പത്രോസിന് സുബോധം, അപ്പം സഭയുടെ പോപ്പ പുള്ളിക്കും ഇല്ല. ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഒന്നിനും. എന്നാൽ നമ്മളോട് പറയുക, ഞാനും നിങ്ങളും സുബോധത്തോടെ ജീവിക്കണം. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് കൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. കൃപയുടെ പ്രത്യേകത അവൻ വരം മാത്രം തരുന്നതല്ല, നമ്മളെ ശിക്ഷിക്കുന്നതും കൂടാ. ആ ശിക്ഷിക്കുമ്പോൾ ഓർത്തോണം, ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ ഓർക്കുന്നുണ്ട്, ദൈവം നിന്നെ അറിയുന്നുണ്ട്. ദൈവത്തിന്റെ മകത്തെ ശിക്ഷയിൽ മുഷിഞ്ഞൊന്നും പോകരുത്. അപ്പോൾ ഓടിച്ചു പോകാം. ഈ തീത്തോസിന്റെ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലെ മുഖവര പറഞ്ഞ ഇത് സുബോധം 2 അതോടെ പറഞ്ഞ ആ ഭാഗം വിടാം. 2 തീത്തോസിന്റെ ലേഖനത്തിലെ വേറൊരു പ്രധാനപ്പെട്ട, ഞാനിവരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അല്പം പേടിച്ചാ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. ഇവരൊക്കെ വളരെ വിദ്യാഭ്യാസമുള്ളവരും അറിവുള്ളവരും പരിജ്ഞാനമുള്ളവരുമാണ്. എനിക്ക് എന്നെപ്പറ്റി ഒത്തിരി അഭിപ്രായമുണ്ട്. ഒരാൾ പറഞ്ഞ അയാൾക്ക് വിവരമൊന്നുമില്ല. സത്യമാന്നേ, ഒരു വിവരവും ഇല്ല. സ്തോത്രം. വിവരദോഷിയാകുന്ന എന്നെയും ദൈവം കണ്ടല്ലോ എന്നോർത്ത് എനിക്ക് നിങ്ങളോട് ബഹുമാനം. വിവരദോഷിയാകുന്ന ഞാൻ പറഞ്ഞ് കേട്ട് നിങ്ങൾ ഇരിക്കുന്നല്ലോ, നിങ്ങളെ അഭിനന്ദിക്കുന്നു. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ഈ വലിയ കടലിനകത്ത് തിമിങ്ങലമുണ്ട്. അപ്പം തന്നെ ചെറിയ ചൂടയും കൂടെ ആ സൈഡിൽ കൂടെ, വലിയ തിമിങ്ങലമൊക്കെ കിടക്കുന്നിടത്ത് ആ ചൂടയെന്ന് ഞങ്ങളുടെ അവിടെ പറയും. നിങ്ങളെന്നാ പറയുന്നതെന്ന് അറിയത്തില്ല. നെത്തോലി, ഇന്നലെ പുള്ളി പറഞ്ഞല്ലോ, നെത്തോലി. അതാ വലിയ വള്ളം വരെ വിഴുങ്ങുന്ന തിമിങ്ങലം ഇതിനകത്ത് കിടപ്പുണ്ട്. നെത്തോലിയും സൈഡ് പൊക്കോട്ടെ, നെത്തോലി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ തീത്തോസിന്റെ ലേഖനത്തിലെ വേറൊരു പ്രധാനപ്പെട്ട വിഷയം, തിമത്യോസിന്റെ 1-2 ലേഖനം പത്യോപദേശം ശക്തമായി പറയണം. എന്നാൽ തീത്തോസിന്റെ ലേഖനത്തിൽ വരുമ്പോൾ പത്യോപദേശം പറയണം, പക്ഷേ സൽപ്രവൃത്തി ഉണ്ടായിരിക്കണം. ഉപദേശം മാത്രം പറഞ്ഞാൽ പോരാ, വചനം മാത്രം പറഞ്ഞാൽ പോരാ. ഒരു വാക്യമെടുത്ത് 8ആയിട്ട് കീറിയ 1-നെ പിന്നെ 4ആയിട്ട് കീറി, അതിനെ 2.5 കീറി, 2.5യുടെ അരകെടുത്ത് 3ആയിട്ട് പകുത്ത്, നല്ലതാ. പക്ഷെ സൽപ്രവൃത്തി വേണം. വേണ്ടേ? ആയിരം 2-7, 2-7, 2-14, 3-1, 3-8, 3-14, 5 പ്രാവശ്യം. 2-7 വായിച്ചേ. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിന് നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയായി. ഇവിടെ സൽപ്രവൃത്തിക്ക് മാതൃകയായിരിക്കണം. ഈ സൽപ്രവൃത്തി, ഞാനും നിങ്ങളും സൽപ്രവൃത്തി ചെയ്യുന്നതൊരു മാതൃക, മറ്റുള്ളവർ കണ്ടുപഠിക്കണമെന്ന്. കയ്യറത്താ ഉപ്പ് തേക്കുകയല്ല. എന്നാൽ നന്നായിട്ട് സൽപ്രവർത്തികൾ ചെയ്യുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവരോട് വീണ്ടും പറയുക, സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കണം. വ്യാഖ്യാനിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. 14-ാം വാക്യം വായിച്ചേ. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള 2 സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. 1 മാതൃകയായിരിക്കണം, 2 ശുഷ്കാന്തി ഉണ്ടായിരിക്കണം സൽപ്രവർത്തിക്ക്. 3-1 വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവർത്തികൾക്ക് ഒരുങ്ങിയിരിപ്പാനും. സൽപ്രവർത്തികൾക്ക് ഒരുങ്ങിയിരിക്കണം. എന്തോ തിരുവെടുത്തുകളാ. മാതൃകയായിരിക്കണം, ശുഷ്കാന്തി ഉണ്ടായിരിക്കണം, ഒരുങ്ങിയിരിക്കണം. 3-8 ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികൾ ഉത്സാഹികളായിരിക്കണം. എന്തോ ഈടിച്ച ഉപദേശങ്ങളാ. സൽപ്രവർത്തികളിൽ 3-14 വായിച്ചു നിർത്തിക്കൂ ആ ഭാഗം. നമുക്കുള്ളവരും ഫലമില്ലാത്തവർ ആകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവർത്തികൾക്ക് മുമ്പരായിരിക്കണം. സൽപ്രവർത്തികൾക്ക് എന്ത് വിലപ്പെട്ട ഉപദേശങ്ങളാ, ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ 2 ഉദയം. അത് 2-11 വാക്യത്തിലും 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലും 2 ഉദയത്തെ പറ്റി പറഞ്ഞു. ഞാൻ ആ ഭാഗമെല്ലാം വിടുകയാ. ദൈവത്തിന് മഹത്വം.
ഒരു കാര്യം ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ. നമ്മൾ വായിച്ച തിരുവെഴുത്തിൽ പല കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സകല മനുഷ്യർക്ക് രക്ഷാകരമായ ദൈവകരം ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഇതിലെ പ്രധാനപ്പെട്ട ആ വാക്യത്തിലെ ഞാനതല്ല എടുക്കാൻ ഉദ്ദേശിച്ചത് കർത്താവിന്റെ വരവാ. യേശു ക്രിസ്തു വീണ്ടും വരും. അത് കാത്ത് നമ്മൾ ഇരിക്കുക. ഇരിപ്പം നോട്ടം കണ്ടാലൊന്നും അറിയത്തില്ല. ആ ഇരിപ്പ് കണ്ടാൽ ഇപ്പോഴെങ്ങും വരികയല്ലെന്നും പറഞ്ഞായിരിക്കും. യേശു ക്രിസ്തു വീണ്ടും വരും. ആ കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടണമെങ്കിൽ അവിടെ രണ്ട് കാര്യം വർജിക്കണം. ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിക്കണം. ഒത്തിരി കാര്യം വർജിക്കണം. ഇവിടെ രണ്ട് കാര്യം എടുത്തു പറഞ്ഞു. പൗലോസ് 9-ാം അധ്യായത്തിൽ കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞു, അംഗം പോരുന്നവൻ സകലത്തിലും വർജനം ആചരിക്കണം. ദൈവമക്കൾ വർജനം ആചരിക്കണം. എന്തോ ഈ വർജനം? സ്തോത്രം വേണ്ടാന്നങ്ങ് വെക്കുകയല്ലയോ? സ്തോത്രം പത്രോസിന്റെ ഭാഷയിലൊക്കെ പറഞ്ഞ നമ്മൾ വൃതന്മാരാ. വ്രതം എന്തുവായി വ്രതം? നാട്ടിലുള്ളവർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടി. ഇവിടെ ഉള്ള പിള്ളേർക്ക് അത്രയും പിടികിട്ടുകയില്ല. നാട്ടിലൊക്കെ ചില ഹെഡിങ് കാണാം പേപ്പറിലുമൊക്കെ, വൃശ്ചിക വ്രതം. മുസ്ലിം സഹോദരന്മാര് വ്രതകാലം. അപ്പം ഹൈന്ദവ സ്നേഹിതന്മാർ നാട്ടിലൊക്കെ 41 ദിവസം ആ വ്രതം. മത്സ്യമാംസാദികളെല്ലാം മർജിച്ച് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ജപവും തപവും എല്ലാം കൃത്യത്തിന് നാമജപമൊക്കെ നടത്തി, മത്സ്യവും മാംസമൊക്കെ ഇഷ്ടപ്പെട്ടവരാണെങ്കിലും മാല ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം മർജിച്ചാണ് ജീവിക്കുന്നത്. ചിലരൊക്കെ സംസാരിക്കുമ്പോൾ മാല ഇട്ടുകൊണ്ട് ഞാനൊന്നും ഇപ്പം മർജിക്കുക. അവര് 41 ദിവസമാണ് വ്രതം. മുസ്ലിം സഹോദരന്മാര് ഓടെ ഒരു കണക്ക് പറഞ്ഞാൽ 30 ദിവസം. ചാന്ദ്രിക വർഷമായതുകൊണ്ട് അങ്ങോട്ടോ അങ്ങോട്ടോ വ്യത്യാസം വരാം. എങ്കിലും ഉടക്കുണ്ടാക്കാതിരിക്കാൻ ഓടെ ഒരു കണക്ക് 30. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും കഴിക്കുകയല്ല. ചില ഉമിനീരും കൂടെ ഇറക്കല്ല. സന്ധ്യ കഴിയുമ്പോൾ അത് പിന്നെ നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാലും വ്രതമാണ്. നാട്ടിലുള്ള സമുദായക്കാർ ഇവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല. അവിടെ അവർ 50 നോയമ്പുണ്ട്. 50 നോയമ്പ് അതും അവരുടെ വ്രതമാണ്. ആ ദിവസങ്ങളിൽ അവർ കല്യാണം പോലും നടത്തുകയില്ല. ചില കല്യാണത്തിൻ്റെ അത് 50 നോയമ്പ് അത് കഴിഞ്ഞാഴ്ച നമുക്ക് അങ്ങനെയുണ്ട്. അപ്പം എൻ്റെ ശൈലിയും പറഞ്ഞാൽ സമുദായക്കാർക്ക് 50 ദിവസം, മുസ്ലിം സ്നേഹിതന്മാർക്ക് 30 ദിവസം, ഹൈന്ദവ സ്നേഹിതന്മാർക്ക് 41. നമുക്ക് ബന്ധുക്കോസുകാർക്ക് എത്ര ദിവസമാണ്? 3. എന്നെ കേൾക്കുന്ന പ്രിയരേ, നമുക്ക് മരണം വരെ വ്രതമാണ്. ഒന്നെങ്കിൽ കാഹളം ധ്വനിക്കുന്നത് വരെ, അതല്ലെങ്കിൽ കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നത് വരെ. എന്നാ ഈ വ്രതം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ട ആ നിമിഷം തുടങ്ങിയതാ. സ്തോത്രം. ആട്ടെ, ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ, കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങിയിരിക്കുക, കാത്തിരിക്കുക. കർത്താവിൻ്റെ വരവിൽ പോകണമെങ്കിൽ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. അതിലൊരു പദം എടുത്ത് ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് രാത്രി അങ്ങ് നിർത്താം. അവിടെ എഴുതിയിരിക്കുന്നൊരു പദമുണ്ട്, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഞാൻ നിങ്ങൾ സേവിക്കുന്ന ആരാധിക്കുന്ന നമ്മുടെ ദൈവം മഹാദൈവമാണ്. യേശു ക്രിസ്തു ദൈവമല്ലെന്ന് പറയുന്ന ചിലരുണ്ട്, വിഡ്ഢികളുണ്ട്. ഈ ഒരൊറ്റ വാക്യം മതിയല്ലോ തെളിയിക്കാൻ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു, എന്നെയും നിങ്ങളെയും രക്ഷിച്ച യേശു ക്രിസ്തു മഹാദൈവമാണ്. അവിടുന്ന് അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാണ്. അടുത്ത കാലത്ത് മുളച്ചു കളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല. അവിടുന്ന് സർവത്തെ സൃഷ്ടിച്ചവനാ, സർവത്തിന്റെ മേലും അധികാരമുള്ളവനാ, സർവ്വവ്യാപിയാകുന്നവൻ, സർവജ്ഞാനിയാകുന്നവൻ, സർവശക്തനാകുന്ന നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം മഹാദൈവമാ, സർവശക്തനാ. അതുകൊണ്ടാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അനന്തരം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ആ സ്വർഗാരോഹണം ചെയ്യുന്ന വേളയിൽ തൻ്റെ അടിമ ശിഷ്യന്മാരോട് പറയുന്ന പദം നമുക്കെല്ലാം മനപ്പാടമാണ്. മത്തായി 28:18. ആമേൻ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് അടിമ ശിഷ്യന്മാരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്ത് അനന്തരം പറയുക, ആമേൻ, സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു മഹാദൈവമാണ്. ആ മഹാദൈവത്തിന്റെ പ്രത്യേകത, അവിടുന്ന് സകലത്തിന് മേലെ അധികാരമുള്ളവനാണ്.
ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി അഭിവാചകം പോലെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുക. നമ്മുടെ കർത്താവ് സകലത്തിന്റെ അധികാരി. ഇങ്ങനെ ഒരു പരസ്യ പ്രസ്താവന ഇതിന് മുമ്പ് യേശു ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ മരിച്ച് അടക്കപ്പെടുന്നതിന് മുമ്പ് കർത്താവ് അങ്ങനെ ചെയ്തിട്ടില്ല. കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രസംഗത്തിൽ ഒന്നാണല്ലോ ഗിരിപ്രഭാഷണം, പർവ്വത പ്രസംഗം. ഏതാണ്ട് 10-28 സബ്ജക്റ്റുകൾ മത്തായി 5, 6, 7 അധ്യായം പഠിക്കുമ്പോൾ യേശു അടുക്കിടക്കായിട്ട് പറഞ്ഞു. അവിടെങ്കിലും ഇങ്ങനെ ഒരു പരസ്യ പ്രസ്താവന നടത്തിയിട്ടില്ല. ഏതാ? സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇത് പരസ്യമായി പ്രസ്താവിക്കുന്നത് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്ത യേശു ക്രിസ്തു പറയുക, സകലത്തിന്റെ മേലും അധികാരം എനിക്കാ. നമ്മുടെ കർത്താവ് മഹാദൈവമാ. ആ മഹാദൈവത്തിന്റെ വിശേഷത സകലത്തിന്റെ മേലെ അധികാരമുള്ളവനാ. അതുകൊണ്ട് ഇന്ന് രാത്രി ഓടിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുക. ദൈവമക്കളോടൊരു കാര്യം പറയാ, നമ്മുടെ കർത്താവും മഹാദൈവവും സകലത്തിന്റെ അധികാരി ആയതുകൊണ്ട് ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ നമുക്കൊന്നും വരികയില്ല. സ്വർഗത്തിലെ ദൈവം അറിയാതെ, മഹാദൈവമായ സർവശക്തനായ നമ്മുടെ കർത്താവ് അറിയാതെ, കർത്താവ് അനുവദിക്കാതെ എനിക്കും നിങ്ങൾക്കും ഒന്നും വരികയില്ല. ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം അറിഞ്ഞോണ്ടാ. ചില ദൈവമക്കളൊക്കെ പറയാറുണ്ട്, കർത്താവേ നീ ഇതൊന്നും അറിയുന്നില്ലയോ, നീ ഇതൊന്നും. ഈ ദൈവത്തിന് ക്ലാസ് എടുക്കുന്ന ആൾക്കാരുണ്ട്, കർത്താവേ നിനക്കറിയാമല്ലോ. ചുമ്മാ ഈ അല്ല, മാർത്ത ഒരിക്കൽ യേശുവിന് ബൈബിൾ ക്ലാസ് എടുത്തല്ലോ. കർത്താവ് പറഞ്ഞ് അവൻ ഉയർത്തെഴുന്നേക്കും. അതൊക്കെ എനിക്കറിയാം. ഞാൻ ക്ലാസ് അടുക്കളയിൽ പെരുമാറുന്നെങ്കിലും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം അങ്ങനല്ലേ, അടുക്കളയിൽ എല്ലാം ഓൺ ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ കുളിക്കാൻ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഇതെല്ലാം ഇങ്ങനെ. അതവിടെ ഇരുന്ന് ഇങ്ങനെ മാർത്ത അടുക്കളയിൽ പെരുമാറുന്നെങ്കിലും ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ യേശുവിന് ക്ലാസ് എടുക്കുന്ന ആൾക്കാരുണ്ട്, ഉണ്ട്. നമ്മുടെ കർത്താവ് ആ സർവ്വത്തിന്റെ അധികാരി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ ദൈവമക്കളോട് പറയാ, നിന്റെ ദൈവം അറിയാതെ, മഹാദൈവമായ സർവശക്തനായ കർത്താവ് അറിയാതെ നിനക്കൊന്നും വരികയില്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവം അറിഞ്ഞോണ്ടാ. ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതും ദൈവം അറിഞ്ഞോണ്ടാ. ഒന്നുകൂടെ പറയാ, ഇനി എന്തേലും സംഭവിപ്പാനുണ്ടെങ്കിലും അതും ദൈവം അറിഞ്ഞോണ്ടാ. സ്തോത്രം. ദൈവം അറിയാതെ നമുക്കൊന്നും വരികയില്ല. ഈ വിഷയം തെളിയിക്കാൻ ഒരു സംഭവം നമുക്കൊന്ന് ചിന്തിക്കാം. പെട്ടെന്ന് ദൈവം അറിയാതെ നമുക്കൊന്നും വരികയില്ല. ദൈവം അനുവദിക്കാതെ ഒന്നും നടക്കുകയില്ല. നമുക്കറിയാം, പഴയ നിയമത്തിലെ ഭക്തനാകുന്ന ഇയ്യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവം അറിഞ്ഞ. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ഒന്നും വരികയില്ല. ഇയ്യോബിനെ പറ്റി വായിക്കുന്നത്, ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നുണ്ട്. വായിച്ചേ 1:1. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. ഇത് കെട്ടുകഥയും അമ്മമ്മ കഥയും ഉമ്മാക്കി കഥയും കഴിവിക്കഥയും ഒന്നും വല്ല ഉള്ള കാര്യമാണ്. ഉണ്ടായിരുന്നു. വേറെ ചിലതൊക്കെ ഉണ്ടായിരുന്നെന്നല്ല പറയുന്നത്. ഞാനിപ്പം ലൈവ് ഉള്ളത് കൊണ്ടൊന്നും പറയുന്നില്ല. സ്തോത്രം. പറയാൻ തോന്നുന്നുണ്ട്, എന്നാ ചെയ്യാൻ. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നു. ഇനി അടുത്തത്, അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. 4 ഗുണഗണങ്ങൾ അവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നു. ഈ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിനെന്ന. കാരണം അതിനൊരു വ്യാഖ്യാനം, ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അബ്രഹാമിന്റെ മകനാകുന്ന ഇസഹാക്കിന്റെ മകനാകുന്ന യാക്കോബിന്റെ 12 പിള്ളേരിൽ ഇസഹാക്കിന്റെ 3ാമത്തെ പുത്രൻ ഇയ്യോബ് എന്ന ഒരു വ്യാഖ്യാനം. 46:13 വായിച്ചേ. ഉൽപ്പത്തി 46:13 പെട്ടെന്ന്. ഇസഹാക്കിന്റെ പുത്രന്മാർ തോല, പൂവ, യോബ്. അപ്പോൾ ഇസഹാക്കിന്റെ പുത്രന്മാരിൽ തോല, പൂവ, യോബ്. ഇനി ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. യോവാന്റെ പുത്രന്മാർ എലീശ, തർശീസ്, കീത്തി. ഇസഹാക്കിന്റെ പുത്രന്മാർ തോല, പൂവ, യാശൂബ്. അവിടെ യാശൂബ് എന്നാ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ യോബ് എന്നാ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിന്. ഈ പുസ്തകങ്ങളുടെ പഴക്കം നോക്കുക എന്നെങ്കിൽ ഉൽപ്പത്തി കഴിഞ്ഞ് ഉടനെ കൊടുക്കേണ്ട പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമാണ്. പിന്നെ എല്ലാത്തിനും ഒരു ഓർഡർ ഉള്ളത് കൊണ്ടാണ് ഇത് സങ്കീർത്തനത്തിന്റെ പുറകിൽ കൊണ്ട് കൊടുത്തത്.
ദൈവകൃപയും അഭിഷേകമൊക്കെ നോക്കി ചിലരെ ആക്കണമെങ്കിൽ ഇപ്പോഴുള്ളവരല്ല അതിന് യോഗ്യര്. പിന്നെ നമ്മൾ കാശും സ്ഥാനവും മാനവും പരിപാടിയൊക്കെ നോക്കിയാ മിണ്ടുന്നില്ല. അല്ല, അങ്ങനെ ഇരിക്കട്ടെ, ഞാൻ അഴിച്ചു പണിയണ്ട. ചുരുക്കി പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിന്. അപ്പോൾ യൂസ് ദേശത്ത് ഇയ്യോബിന്റെ പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും. അടുത്തത് അവന് 7 പുത്രന്മാരും 7 3 10 പിള്ളേരുടെ പിതാവ് എന്നുള്ള ബഹുമതി ഇയ്യോബിനുണ്ട്. കുറഞ്ഞ ആളല്ല. നമുക്ക് 2 ആൺപിള്ളേരുണ്ട്, നിലത്തും താഴെ നിൽക്കുകയല്ല. മൂത്തവന് ഡോക്ടറാണ്, ഇളയവൻ എഞ്ചിനീയർ, മൂത്തവന്റെ ഭാര്യ അവളും ആ ഗമ ഇടയ്ക്കിടയ്ക്ക് കോട്ടൊരു വലിച്ചൊരു ഇടിയിലും. എല്ലാവരുടെയും കാര്യമല്ല, എന്നാ പലരും 10 പിള്ളേർ, 7 ആൺകുട്ടിയും 3 പെൺകുട്ടിയും. കുറഞ്ഞ ആളാണോ? മക്കളെ ഹോവ തരുന്ന അവകാശ ഉദരബലം ദൈവം തരുന്ന നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു മനുഷ്യനാണ്. 10 പിള്ളേർ, മക്കളുള്ളത് ഒരു അനുഗ്രഹമാണ്. കൂടുതൽ മക്കളുള്ളത് കൂടുതൽ അനുഗ്രഹമാണ്. ചിലടത്ത് കൂടിപ്പോയാലും കുഴപ്പമുള്ളടോ. ഒരുത്തിന് 70 പിള്ളേരെന്നാ പുസ്തകത്തിൽ. ആട്ടെ, ആ ഭാഗം വിട്ടേക്കാം. അപ്പോൾ 10 പിള്ളേരുടെ പിതാവ് എന്നുള്ള ബഹുമതി ഇയ്യോബന്. അടുത്ത വാക്യം, അവൻ 7000 ആടും. 7000 ആട്. ഒരാൾ പറഞ്ഞ് 7000 ആടുവെന്ന്. ഇയ്യോബ് 7000 ആടിയതല്ല, ആട് 7000 ഉണ്ടെന്ന മൃഗസമ്പത്തിനെ പറ്റിയ. അവന് 7000 ആടും 3000 ഒട്ടകവും 500 ഏർ കാള. ഒരേർ കാള 2 കാള 500 × 1000 കാള. പിന്നെ 500 ഏർ പെൺകഴുതയും ഉള്ള മൃഗസമ്പത്തും ഏറ്റവും വളരെ. ചുരുക്കി പറഞ്ഞാൽ പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ധനാഢ്യനായ മനുഷ്യനായിരുന്നു ഇയ്യോബ്. പണ്ട് കാലത്ത് ഒരു മനുഷ്യന്റെ സാമ്പത്തിക നിലവാരത്തിന്റെ ഭദ്രത തുലനം ചെയ്യുന്നത് മൃഗത്തിന്റെ എണ്ണം നോക്കിയാ. എന്റെ ഭാഷ പറഞ്ഞാൽ കന്നുകാലി ധാരാളം ഉണ്ട്, അവൻ കാശുകാരനാ. ഇന്ന് നമ്മുടെ നാട്ടിൽ കന്നുകാലി ഉണ്ട്, അവൻ ഗതികേടാന്നാ പറയുന്നത്. കന്നാലിയൊക്കെ ഇന്ന് നമ്മള് കാശുണ്ടെന്ന് എങ്ങനെയാ തെളിയിക്കുന്നത്? വണ്ടിയും വീടും 2 ലോണാ. ആ വണ്ടികളുള്ള ഇരിപ്പും പോക്കും കണ്ട ചുമ്മാ ഈ എന്തുവാ ഡെമ്പും ഗമണ്ടും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ആ വണ്ടി ഒന്നിച്ചൊക്കെ ചാവി ഒരു കറക്കും, യോഗത്തിനിടയിൽ ഇടക്ക് കയറിയൊരു കറക്കും. എന്തിനിങ്ങനെ അത്താഴം വെക്കാൻ കാജില്ല. ഞാൻ ഇതിന് തത്തുല്യമായ പദങ്ങളൊക്കെ പറയേണ്ടതാ, ഞാൻ പറയുന്നില്ല. അയ്യോന്നോ അതൊന്നും ഞാൻ പറയത്തില്ല. തങ്കമാമേ ഞാനൊന്നും പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. ചുമ്മാ ഈ ഗമണ്ട് കാണിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്നുമില്ല എന്നാലും അഹങ്കാരത്തിന്. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കൂഞ്ഞറിഞ്ഞേ നേവരാവുള്ളൂ. കർത്താവ് അങ്ങനെ പറഞ്ഞു. നിങ്ങളൊരുത്തരോട് യുദ്ധത്തിന് പോകുമ്പം ആദ്യം കണക്ക് കൂട്ടണം, വേണ്ടേ? നമ്മൾ പോയാൽ ഒക്കുവോ? സാധിക്കുമോ? ചിന്തിക്കണ്ടേ? അപ്പൊ ഇയ്യോബ് വലിയ ധനാഢ്യന. ഇന്ന് ഒരു മനുഷ്യൻ കാശുകാരനാന്ന് നോക്കുന്ന വണ്ടിയും വീടുവാ, 2 ലോണാ. ലോൺ അടച്ചിട്ട് എത്ര നാളായി? നാട്ടിലൊക്കെ എന്നെ സഹോദരിമാരും പക്ഷേ ഞാൻ സഭായത്തിന് ഇടയ്ക്ക് പോയതിന് അയൽക്കൂട്ടംകാർ പെണ്ണുങ്ങൾ എന്നെ വെച്ചേക്കുകയല്ലെന്ന്. മുഴുവൻ ലോൺ എടുത്തേക്കുക, സഭായത്തിന് പോലും മുഴുവൻ ഇരിക്കാൻ ഓടുക. ഇയ്യോബ് അങ്ങനല്ല, വലിയ ധനാഢ്യനായ മനുഷ്യനാ, വലിയ കാശുകാരനാ. അപ്പോൾ വലിയ ഇയ്യോബിന്റെ ഒരു പ്രത്യേകത, വലിയ ധനാഢ്യനുമാ, തികഞ്ഞ ദൈവഭക്തനുമാ. എന്റെ ഭാഷ പറഞ്ഞ സമ്പത്തുണ്ടെങ്കിലും അതിന്റെ തണ്ടും ഹുങ്കും ഒന്നുമില്ല. ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയാ, നിന്റെ ഈ പണവും ഈ പ്രതാപവും ഈ സൗന്ദര്യവും ഈ കരുത്തുമൊന്നും നിലനിൽക്കുന്നതല്ല. കുരുകിൽ മാറിപ്പോകുന്നത് പോലെ നിന്റെ കാശ് പോകും. നിന്റെ സൗന്ദര്യം പുഴുപോലെ ക്ഷയിപ്പിക്കുന്നതാ. നിന്റെ ആരോഗ്യം അതും സ്ഥിരതയുള്ളതല്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തെ ഭയപ്പെട്. നിന്റെ കയ്യിലുള്ള കാശ് എന്റെ ഭാഷ പറഞ്ഞാൽ നല്ലൊരു പനിക്കില്ല. ഇപ്പൊ ഇച്ചിരി കാശുണ്ട്, ബാങ്കിലും ഒക്കെ ഉണ്ട്, വലിയ കുഴപ്പമില്ല. 10-20 വീടുമൊക്കെ ഉണ്ട്. പിന്നെ ഉണ്ട്. നല്ല ഒരു അസുഖത്തിന് ഇതില്ല. ആർക്കും ഒന്നും വരാതിരിക്കട്ടെ, വന്നവരെ വിടുവിക്കട്ടെ. പക്ഷെ മുന്നറിയിപ്പാ, നമ്മുടെ ഈ സമ്പത്തും പത്രാസും പ്രൗഢിയും നിന്റെ സൗന്ദര്യവും കരുത്തുമൊന്നും നിലനിൽക്കുന്നതല്ല. ഇന്ന് രാത്രി ദൈവത്തെ ഭയപ്പെട്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ, ആ പുരുഷൻ ഭാഗ്യവാനാ.
ഈ അന്യായമായി സമ്പാദിക്കുന്നവൻ താനിടാത്ത മുട്ടമേ പൊരുന്നിരിക്കുന്ന ഇത്തിരി പക്ഷി. സൈമൺ സാറ് ഒരു വരി എഴുതി, എനിക്ക് ശ്വാസം പിടിച്ച് പാടാൻ മേല. സാധാരണ പാടുമ്പോൾ ചിലരൊക്കെ കൂടെ പാടുന്നതാ, നിങ്ങൾ അറിയാവുന്നവർ വേണേൽ പാടിക്കുക, അല്ലെ ചിലർ പിന്നെ പാടില്ല, അയാൾ തന്നെ പാട്ട് ശ്വാസം മുട്ടട്ടെ പാടട്ടെ എന്ന് ധരിക്കരുത്. തിത്തിരികൾ അന്യമൂട്ടയെ വിരികിച്ചിടുമ്പോൾ ലുബ്ധരായോർ ഭൂതനങ്ങളെ, തിത്തിരികൾ അന്യമുട്ടയെ വിരികിച്ചിടുമ്പോൾ ലുബ്ധരായോർ ഭൂതനങ്ങളെ, ചേർത്തു കൂട്ടിക്കിട്ടാധനങ്ങളിൽ മേൽ പൊരുന്നിരുന്ന യവവിരി ഞാർത്തി നൽകിടും മാമോൻ കുട്ടികളായി പുറപ്പെടുന്ന അത് മാമോൻ കുട്ടിയാണോ സാറ് കൊടുത്തേക്കുന്നത്? മാമോന്റെ കുട്ടി. വ്യാഖ്യാനിക്കാൻ നേരമില്ല, അതുകൊണ്ട് ആ ഭാഗം അങ്ങ് വിടുക. നമ്മുടെ ഈ സമ്പത്തും ഈ പ്രതാപവും ഈ സൗന്ദര്യവും ഈ മഹിമയൊക്കെ നിലനിൽക്കുന്നതൊന്നുണ്ട്. പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, സമ്പത്ത് വെക്കുന്നത് പാപമൊന്നുമല്ല, പക്ഷെ സമ്പത്ത് വെച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. ജനമേ, എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവീൻ. ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. സാമാന്യജനം ഒരു ശ്വാസം, ശ്രേഷ്ഠജനം ഭോഷ്ക് തുലാസിന്റെ തട്ടിൽ പൊങ്ങിപ്പോകും. ശ്വാസത്തെക്കാൾ ലഘുവാകുന്ന പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്. സമ്പത്ത് വെച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. നമ്മുടെ ആശയ ആഗ്രഹവും എല്ലാം കർത്താവിലായിരിക്കണം. സങ്കീർത്തനക്കാരൻ പാടി, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്, എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ ഈ സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലെ. അതിന്റെ സമർത്ഥനായ ലേഖകന്റെ വിശേഷത എന്നാ? നാവ് സമർത്ഥനായ ലേഖകന്റെ എന്ന് പറഞ്ഞാൽ, സമർത്ഥനായ ലേഖകന്റെ ഒരു ഗുണം, പദത്തിന് പഞ്ഞമില്ല. അവനിങ്ങനെ എഴുതാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. പദത്തിന് പഞ്ഞമുള്ളതിനെ ഒന്ന് എഴുതി വെച്ച് പിന്നെ മുഴുവൻ ഡിക്ഷണറിയും തപ്പുക, അടുത്ത പദം പിന്നെന്തേലും കുത്തിക്കുറിച്ച് വെക്കും. സമർത്ഥനായ ലേഖകന് പദത്തിന് പഞ്ഞമില്ല. എഴുത്തച്ഛൻ പാടിയതുപോലെ, ഭാരതി പഥാവലി തോന്നണം കാലേ കാലേ വാരിതി തന്നിൽ തിരമാലകൾ എന്ന പോലെ. ഈ തിരമാല വരുന്നത് പോലെ പദം വരും എന്ന് പറഞ്ഞാൽ, സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോല പോലെ ആയിരിക്കണം നമ്മുടെ നാവ് എന്ന് പറഞ്ഞാൽ, രണ്ട് സ്തോത്രം പറഞ്ഞേച്ച് നീ പിന്നെ മിണ്ടാതെ മൃങ്ങലിക്കാതെ ഇരിക്കുകയല്ലെന്നല്ല, ഇടപെടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോല് പോലെ ആയിരിക്കണം നമ്മുടെ നാവ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ യോബ് വലിയ ധനാഢ്യനുമാ, തികഞ്ഞ ദൈവഭക്തനുമാ. സമ്പത്തിന്റെ അഹങ്കാരവും തണ്ടുമൊന്നും പുള്ളിക്കില്ല. ഇല്ലില്ല. നമുക്ക്, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറഞ്ഞു, നമ്മളോട് സമമുള്ളവരെ മാത്രമേ കൈ കൊടുക്കൂ. ചിലര് എവിടാ ജോലി? എന്നെടുത്തു. എവിടാ ജോലി? വാൾമാർട്ടില്ല. എല്ലാം ബന്ധിക്കോസുവാ. എത്ര നാളായി? ഞാൻ അമേരിക്ക വന്നിട്ട് 40 വർഷം. ബ്രദർ എത്ര നാളെ? 1.5 കൊല്ലം ആയുള്ളൂ. ഈ വേഷം കെട്ടലെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് എന്നേക്കാൾ ജ്ഞാനമുള്ളവരാകൊണ്ട് നിങ്ങൾക്ക് കാര്യമൊക്കെ പിടികിട്ടുമല്ലോ. നമ്മളെ നല്ലതുപോലെ അറിയുന്നൊരു ദൈവമുണ്ട്. അവിടത്തേക്കൊന്നും മറവല്ലെന്ന്, ഒന്നും മറവല്ല. ദൈവത്തിന് മഹത്വം. യോബ് വലിയ ധനാഢ്യനുമാ, തികഞ്ഞ ദൈവം. കാശിന്റെ മുഷ്കൊന്നും പുള്ളിക്ക് ഇല്ല. അങ്ങനെയൊന്നുമില്ല. ചിലർ ആരാധനയ്ക്കൊക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച്, ആരാധനയ്ക്ക് എല്ലാവരുടെയും കാര്യമല്ല, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആരാധനയ്ക്ക് അങ്ങോട്ട് വന്നോണ്ടേ ബൈബിളിൻ്റെ മേളിൽ മൊബൈലും ഒക്കെ എടുത്ത് വെച്ച് എന്നെ ഒരിക്കലൊരു ദൈവരാശം ശാസിച്ചു. പൊതുവില്ല, ഞാനത് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴല്ല, വർഷം. ഞാൻ പിന്നെ അത് പിന്നെ ചെയ്യത്തില്ല. നിങ്ങൾ ചിലപ്പം താളിനെന്നാ ഇത് പേപ്പറല്ലേ എന്നൊക്കെ ചിലർ പറയും. ആയിക്കോട്ടെ. ഞാൻ അബദ്ധം കാണിച്ചു. പുള്ളി എൻ്റെ അപ്പുറം ഇരിക്കുക. ഞാൻ ആരാധന ഒക്കെ കഴിഞ്ഞപ്പം വിയർത്തു. അപ്പം ഞാൻ തൂവാല കൊണ്ട് മുഖം തുടച്ചേച്ച് ആ തൂവാല ബൈബിളിൻ്റെ മുകളിലോട്ട് വെച്ചു. അന്നേരം എന്നെ അത് ശാസിച്ചു. പ്രായമുള്ളയാൾ എടുക്കടാന്ന് പറഞ്ഞു. പൊതുവിൽ ഇരുന്നവരെല്ലാം കേട്ടു. ഞാൻ അനുസരിച്ചു. പിന്നെ ഇന്ന് വരെ ചെയ്തിട്ടില്ല. എൻ്റെ ഗുണത്തിനല്ലേ. ചില യോഗത്തിനുള്ള ഇരിപ്പൊക്കെ നിങ്ങൾ കണ്ടേ. സ്തോത്രം. ആ ബൈബിളിൻ്റെ മുകളിലോട്ട് വിലപിടിപ്പുള്ള മൊബൈലുമൊക്കെ വെച്ച് അത് അവിടെ വെച്ചോണ്ട് തന്നെ ഞെക്കുക എന്തുകൊണ്ടുകയും.
എടാ ദൈവം ഇതെല്ലാം നിന്നെയും തോണ്ടും മിക്കവാറും, അധികം താമസിക്കാതെ തോണ്ടും. ആട്ടെ, ആ ഭാഗം അങ്ങ് വിടുക. വലിയ ധനാഢ്യനുമാ, തികഞ്ഞ ദൈവഭക്തനുമാ എന്ന് പറഞ്ഞാൽ ഇയ്യോബിന്റെ വിശേഷത അടുത്ത വാക്യം വായിച്ചോ. അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു, വലിയ മഹാനായി. ചുരുക്കി പറഞ്ഞാൽ ഇയ്യോബ് ഇങ്ങനെ പരമഭക്തിയോടെ ജീവിക്കുക. തന്നെയല്ല, പിള്ളേരെ എല്ലാം കൂടെ കൂട്ടി വീഴ്ത്തി പുള്ളി ആളൊന്നിനെ യാഗം കഴിക്കുമായിരുന്നു. വിരുന്നാളുകൾ വട്ടം തികയുമ്പോൾ. എന്നാൽ വിരുന്ന് ആളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ്, പക്ഷേ എന്റെ പുത്രന്മാർ പിള്ളേർ വല്ലതും പാപം ചെയ്തൊന്ന് പുള്ളിക്ക് അറിയത്തുണ്ട്. പിള്ളേരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടി നന്നാ രാവിലെ എഴുന്നേറ്റ് പിള്ളേരുടെ പേര് പറഞ്ഞ് യാഗം കഴിക്കും, ഹോമയാഗം. സംഖ്യക്കൊത്തവണ്ണം പേര് പറഞ്ഞ് കാടടച്ച് വെടിവെക്കുകയല്ല. താവയെ കുഞ്ഞുങ്ങളെ എല്ലാം നിന്റെ കരങ്ങളിലോട്ട് തരുന്നു. സഭയിലുള്ള എല്ലാവരും അങ്ങ് കാടടച്ച് വെടി. ഈ ഒരു ശുശ്രൂഷകൻ ആ സഭയിലുള്ള എല്ലാവരുടെയും പേര് പറഞ്ഞ് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം. എനിക്ക് ഞങ്ങളുടെ തിരുവല്ല സഭയിലെ എല്ലാവരെയും അറിയാം. എല്ലാവരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും, കാടടച്ച് വെടിവെക്കുകയല്ല. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയാനേ. അതെ, പേര് പറഞ്ഞ് എണ്ണത്തിനകത്ത് ചുരുക്കി പറഞ്ഞാൽ ഇയ്യോബ് ഇങ്ങനെ പരമഭക്തിയോടെ ജീവിക്കുക. ഓടിച്ച് പറയാം. ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരിക്കലേ ദൈവപുത്രന്മാരെല്ലാം ദൈവസന്നിധി ചെന്നു. സാത്താനും ചെല്ലുമല്ലോ. ഇപ്പോഴും ചെല്ലാം. ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. വെളിപ്പാട് 12 വരെ പോകുമല്ലോ. ആ യുദ്ധം കഴിയുമ്പോൾ പിന്നെ സ്വർഗത്തിൽ അവൻ്റെ സാധനം പോകാൻ വരികയും ചെയ്യാം. ചെന്നു. അപ്പം എൻ്റെ വിഷയമാണ് അന്നത്തെ സബ്ജക്റ്റ് ഇയ്യോബാണ്. സ്വർഗവും ദൂതന്മാരും എല്ലാം ഇയ്യോബിനെ പറ്റി പറഞ്ഞു. ഭക്തനാണ്, കാശുണ്ടെങ്കിലും ഹുങ്കും തണ്ടുമൊന്നുമില്ല, പരമഭക്തനാ, നിഷ്കളങ്കനാ, നേരുള്ളവനാ, പ്രാർത്ഥിക്കുന്നവനാ, യാഗം കഴിക്കുന്നവനാ. ഇയ്യോബിനെ പറ്റി നല്ല സാക്ഷ്യങ്ങൾ. ഇതെല്ലാം കേട്ടുകൊണ്ട് പിശാച് നിൽക്കുക. എൻ്റെ ചിന്ത, ഈ സാക്ഷിയും പ്രബോധനവും എല്ലാം കഴിഞ്ഞപ്പോൾ ഒടുവിൽ പിശാച് എഴുന്നേറ്റ്. നമ്മുടെ സഭയിൽ വഴക്കുണ്ടാക്കുന്ന ആൾക്കാർ ഒടുവില്ല, തുടക്കുമ്പോഴല്ലല്ലോ. നമുക്കെന്നാ വഴക്കുണ്ടാക്കിച്ച് സഭായം തുടങ്ങാൻ ആരും പറയുന്നത്? ഒന്നെങ്കിൽ ഇടയ്ക്ക്, ഇല്ലെങ്കിൽ ഒടുക്കം. മിക്കപ്പോഴും ഒടുക്കമാണ്. ഒടുവിൽ സാത്താൻ എഴുന്നേറ്റു. സാത്താൻ പറഞ്ഞു, നിങ്ങളെല്ലാം പറഞ്ഞു ഇയ്യോബ് ഇങ്ങനെ ഭക്തനാ, പരമഭക്തനാ. അവൻ ഭക്തനൊന്നുമല്ല. അതിനാ അവനിങ്ങനെ പ്രാർത്ഥിക്കാൻ ഭക്തനായിട്ടല്ല, പിന്നെ ഇഷ്ടം പോലെ സമ്പത്ത് കിടക്കുകയല്ലയോ, ഇഷ്ടം പോലെ പിള്ളേര്, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചും. അപ്പം സാത്താനോട് ദൈവം പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ ഇതാ ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ടങ്ങ് തരിക, പക്ഷേ അവൻ്റെ മേ കയ്യേറ്റം ചെയ്തേക്കരുത്. നമ്മുടെ കർത്താവും മഹാദൈവവും സർവശക്തനുമാണ്. അതുകൊണ്ട് ദൈവം അറിയാതെ, കർത്താവ് അറിയാതെ നിനക്കൊന്നും വരികയില്ല. സാധാരണ ഇതെല്ലാം കൂടെ ഈ പറഞ്ഞപ്പം ദൈവം പറഞ്ഞതാ എല്ലാം തന്നിക. ഉടനെ പറഞ്ഞു, അയ്യോ ഞാനെന്നാ ചെയ്യാനാ, നീ അവന് ചുറ്റും വേലി. അപ്പം ദൈവം പറഞ്ഞു, അങ്ങനെ ആണെന്ന ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് തരിക, പക്ഷെ അവൻ്റെ ദേഹത്ത് മാത്രം ദൈവം പറയാതെ ഒരുത്തനും നിന്നെ തൊടുകയല്ല. അത് കേരളത്തിലാണെങ്കിലും നോർത്ത് ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ദൈവം പറയാതെ ഒരുത്തരും നിന്നെ തൊടുകയല്ല. അഥവാ ആരേലും തൊട്ടാൽ ദൈവത്തിന് അതിന് എന്തെങ്കിലും പദ്ധതി കാണും. ഉണ്ട്. ഞങ്ങളൊരിക്കൽ അടിമാലി യോഗം നടത്തുക, വേവിച്ചിനൊക്കെ ഉണ്ട്. വേനൽ വേവിച്ചൻ്റെ വണ്ടിയല്ല പോകുന്നത്. അപ്പം ഞാൻ ആ ഒരു മുക്കിന് നിന്ന് പ്രസംഗിക്കുക. പ്രസംഗമല്ല, സാക്ഷ്യം. പ്രസംഗിക്കാനൊന്നും അറിയാൻ മേല. അപ്പം അവിടെ ഒരു ഗുരുമന്ദിരം, ഇപ്പറേ ഒരു മുസ്ലിം സഹോദരന്മാരുടെ നേർച്ചപ്പെട്ടി, ഇപ്പറേ ഒരു കുരിശും തൊട്ടി, നടുക്ക് ഞങ്ങളും. അപ്പം സാക്ഷി പറഞ്ഞു, ഞാൻ ഈ മാർഗത്തിൽ നിന്നൊക്കെ വന്നത് അയ്യോ എന്നെ രക്ഷിച്ചു. അനേക ക്ഷേത്രങ്ങളിലൊക്കെ പോയി സുഖമില്ലാതെ വളരെ ഭാരപ്പെട്ടു, ചികിത്സകളും ചെയ്തു, എനിക്ക് ഭേദമൊന്നും വന്നില്ല, യേശു എന്നെ സൗഖ്യമാക്കി. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇടയ്ക്ക് ഞാൻ 2 ശരി പാട്ടുമൊക്കെ, ഒരുത്തനെ ഒരു കാവി മുണ്ടുമൊക്കെ കൊടുത്തേ അങ്ങോട്ടൊന്ന് നടക്കും, അവൻ ഇങ്ങോട്ട്, അവിടെ വരുമ്പോൾ അവന് എന്നെ ഇങ്ങനെ നോക്കും, അങ്ങോട്ട് പോകും, പിന്നെയും കുറച്ച് കഴിയും അവിടെ വരുമ്പം മുണ്ടിച്ചിരോടൊന്ന്. കുറച്ച് കഴിഞ്ഞ് ഇവനെ ബേച്ചനോട് ഇന്ന് ചോദിച്ചു, അവനോട് നിർത്താൻ പറയാൻ. എന്നോട് ബേച്ചൻ നല്ല ആളാണ്. ബേച്ചൻ പറഞ്ഞ സമയം കൊടുത്തിട്ടുണ്ട്, പുള്ളി നിർത്തിക്കോളൂ വന്ന്. ഇതെനിക്ക് കേൾക്കാം, എനിക്ക് മനസ്സിലായി ബേച്ചൻ കൊമ്പ് കോർക്കാൻ പോവാന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് നിർത്താനായിട്ടൊരുങ്ങി, ഒരു അലോഹ്യം വേണ്ട. തിരിച്ചു വന്നേച്ച് പുള്ളി ചോദിച്ചു, അത് നിർത്താൻ പറയില്ലേ, വടിവാളിന് വെട്ടുവന്ന്. പിന്നെ പുള്ളി പറഞ്ഞു, എന്നാൽ പെട്ടെന്ന് വെട്ടിക്കും, ആരും ചോദിക്കാനില്ലെന്ന് പറഞ്ഞു. അവൻ അവിടം വരെ പോയിച്ച് തിരിച്ചു വന്ന് പറയാം, ഇന്ന് വെട്ടുന്നില്ല, നാളെ ഉള്ളെന്ന്. ആ ഭാഗം അങ്ങ് വിടുക. ദൈവം പറയാതെ നിന്നെ ഒരുത്തനും തൊടുകയല്ല.
അല്ല, കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ ദിവസേന ദൈവാലയത്തിലുണ്ടായിരുന്നു, നിങ്ങൾ എന്നെ പിടിക്കാഞ്ഞേ. ഞാൻ ദിവസേന ഉണ്ടായിരുന്നല്ലോ, പാത്തും പതുങ്ങിയല്ലോ വചനം പറഞ്ഞു, ദിവസേന ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ എന്നെ തൊടാഞ്ഞേ. പിന്നെ ഇപ്പം മനത് ദൈവത്തിന്റെ സമയമായി. ദൈവം അനുവദിക്കാതെ ഒരുത്തനും നിന്നെ തൊടുകയല്ല. ദൈവം അനുവദിക്കാതെ ഒരുത്തനും നിന്നെ കൈവെക്കത്തില്ല. സകലത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ. സാത്താൻ ദൈവം പറഞ്ഞതാ അവനുള്ളതല്ല. അപ്പൊ പിശാചിന് ഭയങ്കര സന്തോഷം. പിശാച് ഓർത്താട്ടെ, അവനെ തൊട്ടില്ലെങ്കിലും അവനുള്ളതല്ല ഒന്ന് തൊടാം. വായിച്ച 13 മുതൽ എന്തൊക്കെയാ തൊട്ടത്? ഒരു ദിവസം ഇയ്യോബിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്നു, കാളകളെ പൂട്ടുകയും പെൺകടുതകളിലെ മേഞ്ഞുകൊണ്ട് പെട്ടെന്ന് ശവായ ഉടനെ പിടിച്ചുകൊണ്ടുപോയി വേലക്കാരെ വാളിന്റെ വായുത്തലേക്ക് വെട്ടിക്കൊന്നു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം മഴതി പോന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരുത്തം വന്ന് അടുത്ത വാക്യമായിരുന്നു, ദൈവത്തിന്റെ തീ ആകാശത്ത് വീണ് കത്തി വേലക്കാരും ബാല്യക്കാരും എല്ലാം ഇരിയായി തുറന്നു. വിവരം തന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം മഴുതി പോന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരുത്തം വന്ന് അടുത്ത വാക്യമായിരുന്നു, അവൻ സംസാരിച്ചുകൊണ്ടിരുന്ന തന്നെ മറ്റൊരുത്തം വന്ന് പെട്ടെന്ന് കൽദയർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ട് പോയി വേലക്കാരെ വാളിന്റെ വായുത്തലേക്ക് വെട്ടിക്കൊന്നു. വിവരം തന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം മഴുതി പോന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരുത്തം വന്ന് വായിച്ചോ, നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തു. പെട്ടെന്ന് മരുമൂന്നൊരു കൊടുങ്കാറ്റ് വന്ന് പെരയുടെ 4 മൂലയ്ക്ക് പിടിച്ച് പോരാ കൊച്ചുങ്ങളുടെ ദേഹത്ത് വീണ് കൊച്ചുങ്ങളെല്ലാം ചത്തന്നു. ഇതാ പറഞ്ഞ എന്റെ അർത്ഥം. ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം പറയാതെ ഒരുത്തനും നിന്നെ തൊടുകയല്ല, ഒരുത്തനും നിന്റെ മേ കൈവെക്കുകയല്ല. നമ്മുടെ കർത്താവ് മഹാദൈവമാ, നമ്മുടെ കർത്താവ് സർവശക്തനാ. ദൈവം അനുവദിക്കാതെ, ദൈവം സമ്മതിക്കാതെ, ദൈവം അനുവദിക്കാതെ ഒരുത്തനും നിന്റെ മേ കൈവെക്കത്തില്ല. മഹാദൈവം നമ്മുടെ രക്ഷിതാവാകുന്ന യേശുക്രിസ്തു. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഓടിച്ചു പറയാം, പിള്ളേരെല്ലാം കൂടെ മൂത്ത ചേട്ടന്റെ വീട്ടിൽ, എനിക്കൊരു സന്തോഷം, പിള്ളേരെല്ലാം ഐക്യതയുള്ള പിള്ളേരാ. എല്ലാവരുടെ മൂത്ത ചേട്ടന്റെ വീട്ടിൽ നമ്മുടെ ആൾക്കാർ കൂടുകയല്ല. മൂത്തവൻ ചർച്ചോക്കോട്ട്, രണ്ടാമത്തവൻ അസംബ്ലിച്ചോക്കോട്ട്, മൂന്നാമത്തവൻ IPC, നാലാമത്തവൻ ഷാരോൻ, അഞ്ചാമത്തവൻ സ്വതന്ത്ര പെന്തിക്കോസ്, തലയൊരെണ്ണം CPM-ലും, ഒരെണ്ണം കൂടുകയില്ല യോജിക്കുകയില്ല. പിന്നെ വല്ല ഞാൻ പറയുന്നില്ല. ഈ പിള്ളേരെല്ലാം കൂടെ ഐക്യതയുള്ള പിള്ളേരാ, ഒന്നിച്ചു കൂടിയല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഈ ത്രിവിധ ശക്തി വന്ന് സമ്പത്ത് മുഴുവൻ തകർത്തു. ദൈവം അനുവദിച്ച, എന്റെ ഭാഷ പറഞ്ഞ വെട്ടുവാദം വന്ന കന്നാലി പോലുമില്ല, മുഴുവൻ തുപ്പടെ അടിച്ചു മാറ്റി. പിള്ളേരെല്ലാം കൂടെ മൂത്ത ഏട്ടന്റെ വീട്ടിൽ ഒന്നിച്ചിരുന്ന കൊടുങ്കാറ്റ് വന്ന് പെരയുടെ 4 മൂലി, പെര കൊച്ചുങ്ങടെ മേൽ. ഈ കാറ്റ് പ്രകൃതിയുടെ പ്രതിഭാസത്താൽ വന്ന കാറ്റല്ല, പിശാചടിപ്പിച്ചതാ. ചില കാറ്റൊക്കെ സാത്താൻ അടിപ്പിക്കും. അന്ന് സന്ധ്യ ആയപ്പോൾ അക്കരയ്ക്ക് പോകാമെന്ന് യേശു പറഞ്ഞു. എന്തിനാന്ന് ഇവർക്ക് പിടികിട്ടിയില്ല. കർത്താവിനറിയാൻ എന്തിനാ പോകുന്നെന്ന്. ഇവർ ചുമ്മാ ഇങ്ങനെ ഗ്ലോറി വിക്ടറി എന്ന് പറയുന്നുള്ള ഒന്നും പിടികിട്ടുന്നില്ല. ചുമ്മാ പിള്ളേർ ഞങ്ങൾ നല്ല ഓളമായിരുന്നെന്ന് ചുമ്മാ ഇരുന്ന് ഓളം ഉണ്ടാക്കി. ഇത് ചക്കന്നാ ബുക്കന്നാന്ന് ഇവന്. ഞങ്ങളുടെ അച്ചായൻ പറഞ്ഞു, എടാ അവൻ ആട്ടും കാട്ടവും കടലക്കായും കണ്ട അറിയാം, അവൻ 2 ചാറുകറി വെക്കുമെന്ന്. ഇതറിയാൻ മേല. 2 തേങ്ങാക്കൊത്തിട്ട് ഇവന് ഇതൊന്നും അറിയത്തില്ല. ഇവര് ചുമ്മാ ഈ ബഹളം ഉണ്ടാക്കുക. എന്തിനാ അക്കരയ്ക്ക് പോകുന്നത് ഇവർക്ക് അറിയത്തില്ല. പക്ഷെ കർത്താവിനറിയാം. ഒരു കാറ്റ് ചുഴലിക്കാറ്റെന്നാ മർക്കോസ് 4 ഒരു ചുഴലിക്കാറ്റ്. എന്തിനാണെന്നറിയാം? പടക് അക്കരെ എത്താതിരിക്കാൻ. അക്കരെ എത്തിയാൽ 6000 ഭൂതം പിടിച്ച് ഒരുത്തൻ അവിടെ ഉണ്ടെന്ന്. സ്തോത്രം സ്തോത്രം സ്തോത്രം. അവന് വിടുതൽ കിട്ടാതിരിക്കാൻ കാറ്റ്, ചില കാറ്റ് പിശാചടിപ്പിക്കും. പക്ഷേ സർവ്വത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ചുരുക്കി പറഞ്ഞാൽ ഈ കാറ്റും പുരയുടെ മൂലക്കടിച്ച് കൊച്ചുങ്ങളുടെ പിള്ളേർ 10 സാത്താന് സന്തോഷമായി. സമ്പത്തും പിള്ളേരും എല്ലാം തീർന്ന് പുള്ളി പരിവക്കേടാകും. പക്ഷേ യോബിന്റെ ക്വാളിറ്റി, സമ്പത്തെല്ലാം തീർന്ന് പിള്ളേർ മരുമ്പോൾ പുള്ളി പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു. ഉണ്ട് ആത്മീയന്റെ ലക്ഷണം. സാത്താൻ ലജ്ജിച്ചു. പക്ഷെ സാത്താൻ്റെ ഒരു പ്രത്യേകത, ഇവൻ തോറ്റാലും പുറകോട്ട് പോകത്തില്ല. നമ്മൾ തോറ്റ വഴിക്ക് വള്ളം വെക്കുകയല്ല. ഇല്ല, നമ്മുടെ പ്രകൃതി അതാ. നിങ്ങളൊരു വീട്ടിൽ ചെന്ന് അവർ സ്വീകരിച്ചുമില്ല, മാനിച്ചുമില്ല, മൈൻഡ് ചെയ്തില്ല, പിന്നെ അങ്ങോട്ട് പോകുമോ? അച്ഛൻ എന്തേലും ഒന്ന് പോകുകയല്ല. നമ്മുടെ രീതി അതാ. എന്നാൽ സാധാരണ അങ്ങനല്ല. തോറ്റാലും പുറകോട്ട്. കാൽവറിയിൽ പരാജയപ്പെടുത്തിയതല്ലേ,
പിന്നെ എന്നാ ഇന്നും പോരാടുന്നത്? ഇവൻ ലജ്ജയില്ലാത്തവനാ, നാണമില്ലാത്തവനാ. അതാ 2-ാം അധ്യായത്തിൽ പിന്നെയും വന്നത്. വായിച്ച 2:1. പിന്നെയും ഒരു ദിവസം ദൈവപുത്രനായ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താൻ പിന്നെയും വന്നല്ലോ. ഒന്ന് തോറ്റതല്ലേ, പോയാ പോരെ. ഇവൻ പിന്നെയും വന്നു. വന്ന് ദൈവം ചോദിച്ചു, എന്നാ പിന്നെ പമ്മി വന്നേക്കുന്നു? നീ അല്ലേ പറഞ്ഞ സമ്പത്തും പിള്ളേരും പോകുമ്പം പ്രത്യാശയെല്ലാം പോയി പരുവക്കേടാവുന്നു. അതും കാരണം അതും തൊക്കിന് പകരം തൊക്ക. പുള്ളിയുടെ ബൈബിൾ ക്ലാസ്സാണ്. തൊക്കിന് പകരം തൊക്ക. മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം പറഞ്ഞതിൻ്റെ ആശയം അവൻ്റെ പിള്ളേരെയും പെറുങ്ങണിയൊക്കെയാണ് തൊട്ട്. അവനെ തൊട്ടില്ലല്ലോ. അവനെ തൊട്, നേരം അറിയാൻ വിവരം. അവൻ ദൈവം തമ്പുരാൻ പറഞ്ഞു, അങ്ങനെ അന്നത്തെ ഇയ്യോബിനെയും കൂടെ നിന്റെ കയ്യിലോട്ട് തരിക, പക്ഷേ അവൻ്റെ പ്രാണനെ തൊട്ടേക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം പറയാതെ നിന്റെ പ്രാണൻ പോവുകയല്ല. ക്യാൻസർ ആയിരിക്കാം, ബ്രെയിൻ ട്യൂമർ ആയിരിക്കാം, ഹാർട്ട് മുഴുവൻ വീക്കായിരിക്കും, കിഡ്നി അങ്ങേയറ്റം പറ്റി നിൽക്കുക. അവൻ വൈദ്യശാസ്ത്രം വിധി എഴുതി രക്ഷയില്ല. പക്ഷേ ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുന്ന ഒരുവനുണ്ട്. നിന്റെ പ്രാണന്റെ മേൽ അധികാരമുള്ള ഒരുവനുണ്ട്. നിന്റെ ജീവന്റെ മേൽ അധികാരമുള്ള ഒരുവനുണ്ട്. നിന്റെ പ്രാണന്റെ മേൽ അധികാരമുള്ള ഒരുവനുണ്ട്. ഇന്ന് രാത്രി അവൻ നിന്നെ വിടുവിക്കും. മാറാരോഗത്താൽ തീരാവ്യാധിയിൽ ആരെങ്കിലും ഇന്ന് രാത്രി ഭാരപ്പെടുന്നെങ്കിൽ, അത് ഹാർട്ടിന്റെ പ്രോബ്ലം ആകട്ടെ, അവൻ മാറാരോഗമാകട്ടെ, അവൻ ട്യൂമർ ആകട്ടെ, ക്യാൻസർ ആകട്ടെ, സകലത്തിനും പരിഹാരം തന്ന് നിന്നെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. യഹോവ നിന്നെ സൗഖ്യമാക്കും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവന്റെ അടിപ്പണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, വേദനകളെ ചുമന്നു. ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സൗഖ്യമാക്കുന്ന. ഇന്ന് രാത്രി രോഗശാന്തി ഉണ്ടാകട്ടെ, രോഗാത്മാവ് അടിയട്ടെ. നിന്റെ അസ്ഥിക്കകത്ത്, ധമനിക്കകത്ത്, ഞരമ്പിനകത്ത്, രക്തത്തിനകത്ത് കുടുങ്ങിയിരിക്കുന്ന സകല രോഗക്കേടുകൾ ഇന്ന് രാത്രി അടിയട്ടെന്ന്. ക്യാൻസറിന്റെ അണുക്കളൊക്കെ ഉരുകി മാറട്ടെ. രോഗാത്മാവ് ഇന്ന് രാത്രി അടിഞ്ഞു മാറട്ടെ. സൗഖ്യത്തോടെ വിടുതലോടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വിടുതലിന്റെ രാത്രിയാകട്ടെ, വിജയത്തിന്റെ രാത്രിയാകട്ടെ. ഇന്ന് രാത്രി ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ആരാധനകൾ വിടുതൽ, ആരാധനകൾ വിടുതൽ, ആരാധനകൾ വിടുതൽ, ആരാധനകൾ വിടുതൽ. സൗഖ്യത്തിന്റെ വ്യാപാര ശക്തി. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഉടബല ബടബല ദിരിബിക ബടബടബല ധീരവാരവ ഛൈദൽകബല ബടബല അന്തല രഗസി കബാലവക്ഷ ഉടമന ദിരിബിക ബടബടബല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ സകലത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ, മഹാദൈവവും നമ്മുടെ രക്ഷിതാവും യേശു ക്രിസ്തു. അവിടുന്ന് സർവശക്തനാ, അവിടുന്ന് സർവജ്ഞാനിയാ, സർവത്തിന്റെ മേൽ അധികാരമുള്ളവൻ. കരമുയർത്തി ഹല്ലേലൂയ പാടാം.